ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അസാധാരണമായൊരു സന്ദേശം എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല, ഉറപ്പ് പറയാം. ഹല്ലേലൂയ. ഇന്നത്തെ എൻ്റെ വിഷയം, നിൻ്റെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന രാജാവ്, എൻ്റെ സകല ആവശ്യങ്ങളും നിറവേറ്റുന്നവനായ രാജാവ് എന്ന് ഞാനൊരു ഫലിതം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഒരു ഫലിതം ഓർമ്മ വരികയാണ്. ഒരാൾ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഇതിലേക്കൂടാണ്, അയ്യോ, ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഓടിപ്പോവാണ്. ഒരു വനത്തിൻ്റെ നടുക്ക് എന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി കേടായി. 4 വശത്തും ഇറങ്ങി. രാത്രിയാണ്, ഒരു വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. യാതൊന്നും നോക്കിയപ്പോഴാണ് ഒരു കുന്നിൻ്റെ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു വിളക്ക് കാണാം. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സന്യാസ സമൂഹം അവിടെ താമസിക്കുകയാണ്. അദ്ദേഹം അവിടെ ചെന്നു പറഞ്ഞു, ഇതുപോലെ വഴിപോക്കനാണ്, എൻ്റെ വണ്ടി ഇവിടെ കേടായിപ്പോയി. സാരമില്ല, കിടന്നാട്ടെ, ഇവിടെ കിടക്കാം, ആഹാരം തരാം. പറഞ്ഞ ആഹാരത്തിൻ്റെ സമയമായി, ബെല്ലടിച്ചു, എല്ലാവരും വന്നിരിക്കാം, ആഹാരം കഴിച്ചു. ആഹാരം കഴിക്കുമ്പോൾ പറഞ്ഞു, ഇനിയും കൂട്ടായ്മയാണ്. അപ്പോൾ അയാൾത്തിരുന്ന സന്യാസി ചെയ്തെന്തോ പറഞ്ഞു, അവിടെ നിന്ന് ഞങ്ങൾ ഇരിക്കും. എന്നിട്ട് പറയും, ഇവിടെ ആൾ ഓരോരുത്തർ ഫലിതം പറയാൻ അങ്ങ് ചിരിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു 3, എല്ലാവരും കൂടെ അങ്ങ് ചിരി തുടങ്ങി. ആലോചിച്ചത് 3 എന്ന് പറഞ്ഞപ്പോൾ എന്ത് തിരിച്ച്, അതേ ഇവിടുത്തെ ഫലിതം ഞങ്ങൾ 77 പേരാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഫലിതം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്പർ പറയുമ്പോഴേ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ശരി ശരി ശരി. വേറൊരാൾ പറഞ്ഞ് 13, എല്ലാവരും കൂടെ ചിരി തുടങ്ങി. വേറൊരാൾ 23, എല്ലാവരും ചിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ അധ്യക്ഷൻ പറഞ്ഞു, ഈ വന്നിരിക്കുന്ന അതിഥി, നിങ്ങൾക്കും ഒരു ഫലിതം പറയാം. അദ്ദേഹം പറഞ്ഞു 416. എല്ലാവരും കൂടെ അങ്ങ് പൊട്ടിച്ചിരിക്കാതെ പറഞ്ഞു. ചിരിക്കാൻ താഴെ കിടന്ന് അങ്ങ് ഉരുളുവാണ്. അതെന്തോ കാര്യം? അല്ല, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഫലിതമാണ്, അല്ലേ? ചിലർ കാര്യം കേട്ടാലും ചിരിക്കും, കാര്യം കേൾക്കാതെയും ചിരിക്കും. ചിലർ വലിയ ഫലിതം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും. ഞാൻ ഫലിതം പറയുന്ന മനുഷ്യനാണ്. ഞാൻ ഫലിതം പറയുമ്പം ചിലരിങ്ങനെ ഇരിക്കും, പിന്നെ ഒരു ഫലിതവും വരത്തില്ല. എന്നാൽ ചിലരുടെയൊക്കെ ഫലിതം പറഞ്ഞു അങ്ങ് പൊട്ടിച്ചിരിക്കും, പിന്നെയും ഫലിതം ചടപറ വന്നുകൊണ്ടിരിക്കും, ടപ്പ് 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 വന്നുകൊണ്ടിരിക്കും. ചിരി ഒരു നല്ല ഔഷധമാണ്. ചിരിച്ച് നിങ്ങൾക്ക് രോഗശാന്തി പ്രാപിക്കാം. ചിരിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. ചിരിയുടെ ഗുണം എന്തൊക്കെയാണെന്ന് നെറ്റിനകത്തൊന്ന് അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം, എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന രാജാവ്. യോഹന്നാൻ 19:14 പിലാത്തോസ് യഹൂദന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്, ഇതാ നിങ്ങളുടെ രാജാവ്. ആരാണ്? യേശുക്രിസ്തു രാജാവ്. ഇതാ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ യഹൂദന്മാരുടെ രാജാവിൻ്റെ പറയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-29 വായിക്കട്ടെ. പുറമേയുള്ള യഹൂദൻ യഹൂദനല്ല. പുതിയ നിയമത്തിലെ നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. പുറമേയുള്ള യഹൂദൻ യഹൂദനല്ല. പുറമേയുള്ളതെന്ന് വെച്ചാൽ അയാൾ പരിച്ഛേദന ഏറ്റവനാണ്. ഹല്ലേലൂയ. പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായത്ര യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയാണ് പരിച്ഛേദന. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ യഹൂദൻ നമ്മളാണ്. മറ്റവരെ തള്ളിക്കളഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മനസ്സിലാക്കണം, അവർ അക്ഷരാർത്ഥത്തിലുള്ള പരിച്ഛേദനയേറ്റവർ. നമ്മളാരാണ്? ഹൃദയത്തിനകത്ത് പരിച്ഛേദനയേറ്റതായിട്ടുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഞാൻ ആരാണ്? പുതിയ നിയമത്തിനകത്ത് യഹൂദനാണ്. ഞാൻ ആരാണ്? കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് വന്നിട്ടുള്ളവനാണ്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിശ്വാസ സന്തതിയാണ് ഞാൻ. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഗൽത്തി അല്ല, ഹിന്ദിയിലെ അല്ല, ഗലാത്തി 3:7. വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിവീൻ. നമ്മൾ ആരാണ്? അബ്രഹാമിൻ്റെ മക്കൾ. അവർ അബ്രഹാമിൻ്റെ ജഡപ്രകാരമുള്ള മക്കൾ, നമ്മൾ അബ്രഹാമിൻ്റെ ആത്മീയരാണ്. നിങ്ങൾ ആരാണ്? അബ്രഹാമിൻ്റെ ആത്മീയരായിട്ടുള്ള മക്കൾ. 9-ാമത്തെ വാക്യം. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങനെ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ശാപങ്ങളെല്ലാം ഞാൻ വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം ഞാൻ വായിക്കട്ടെ. 13-14 എവിടെയാണ്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന് ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവിന് വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പതാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന എല്ലാം വിശ്വാസത്താലാണ്. നമ്മുടെ രക്ഷ എങ്ങനെയാണ് കിട്ടിയത്? വിശ്വാസത്താൽ. നമ്മുടെ രോഗശാന്തി എങ്ങനെയാണ് കിട്ടുന്നത്? വിശ്വാസത്താൽ. നമുക്ക് ആവശ്യമുള്ള പണം കിട്ടുന്നത് എവിടെ നിന്നാണ്? വിശ്വാസത്താൽ. നമുക്ക് ആവശ്യമുള്ള ആരോഗ്യം കിട്ടുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന എല്ലാം വിശ്വാസത്തിൽ. വെളിച്ചെണ്ണ കൊടുത്തിട്ടല്ല, ചിരട്ടക്കരി കൊടുത്തിട്ടല്ല, മെഴുകുതിരി കത്തിക്കുന്നത് കൊണ്ടല്ല, PG വർക്കിസിന് രൂപ അയക്കുന്നത് കൊണ്ടല്ല, പിന്നെ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് കൊണ്ടല്ല. പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത്? എല്ലാം വിശ്വാസത്താലാണ് കിട്ടുന്നത്. ഹല്ലേലൂയ.
അനുസരിച്ച് നമുക്കൊന്നുകൂടെ പോകാം. 9-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മളെല്ലാം വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസിയാണോ? അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം എല്ലാം നിങ്ങളുടെ അവകാശമാണ്. ഞാൻ എഴുതിയിട്ടുള്ള നല്ല പുസ്തകങ്ങളിലൊന്നാണ് ഇത്. അനുഗ്രഹം വായിച്ചാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി വാങ്ങിക്കാം. ഞങ്ങളുടെ പുസ്തകങ്ങളിലേ ഉള്ളൂ ഞങ്ങളുടെ പുസ്തകങ്ങൾ. ഞങ്ങളുടെ കേരളത്തിലെ ഓഫീസിൽ എവിടെയൊക്കെ ഓഫീസുണ്ട്? തിരുവനന്തപുരത്തുണ്ട്, ചെങ്ങന്നൂരുണ്ട്, തിരുവല്ലായിലുണ്ട്, മാരാമണ്ണുണ്ട്, കോട്ടയത്തുണ്ട്, എറണാകുളത്തുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, പിന്നെ മദ്രാസിലുണ്ട്. ഇവിടുന്ന് എവിടെയെങ്കിലും വാങ്ങിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് എഴുതി വരുത്താം, വായിക്കണം. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് അബ്രഹാമിൻ്റെ സകല അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. 24-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു അബ്രഹാം സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സകല കാര്യത്തിലും അനുഗ്രഹം പ്രാപിക്കാം. ബുദ്ധിക്കകത്ത് അനുഗ്രഹം പ്രാപിക്കാം, കഴിവിനകത്ത് ആരോഗ്യം പ്രാപിക്കാം, ആരോഗ്യത്തിനകത്ത് അനുഗ്രഹം പ്രാപിക്കാം, നമ്മുടെ പേഴ്സണകത്ത് നമുക്ക് ആരോഗ്യം പ്രാപിക്കാം, നമ്മുടെ ബിസിനസ്സിനകത്ത്, നമ്മുടെ സഭാ വളർച്ചയിൽ സകലത്തിലും നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഹല്ലേലൂയ. എങ്ങനെയാണ്? 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 2 പ്രാവശ്യം പഴയ നിയമത്തിലും ഒരിക്കൽ പുതിയ നിയമത്തിലും മരിക്കണം. നീതിമാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? വിശ്വാസത്താൽ. ഞാനും നീയും എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വിശ്വാസത്താൽ. നമ്മുടെ കഴിവുകൾ, നമുക്ക് ബുദ്ധി, നമ്മുടെ പരിജ്ഞാനം, നമ്മുടെ ബിസിനസ് വലുതാകുന്നത്, നമ്മുടെ സഭ വലുതാകുന്നത്. ഞാൻ ഇടയ്ക്ക് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഒരു മനുഷ്യനുണ്ട്, പേര് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ഈ നവംബറിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് വരാനായിട്ട് ഒറീസയിൽ. പള്ളിക്കൂടത്തിൽ പോയിട്ടേ ഇല്ല. ഞാൻ അവിടെ ഗ്രാമത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ആരാണ്ട് പറഞ്ഞു ഒരാൾ വരുന്നുണ്ട്, അയ്യോ അന്ന് എൻ്റെ പുസ്തകം ആരാണ്ട് വായിച്ച് കേൾപ്പിച്ച അത്ഭുതങ്ങളതാകും. എൻ്റെ വീട്ടിൽ താമസിക്കും. അവിടെ വീടൊരു മണ്ണുകൊണ്ടുള്ള വീടാണ്. ആ വീട്ടിനകത്ത് താമസിക്കുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു ഇവിടെ താമസിക്കാൻ ഇവിടെ കക്കൂസില്ലല്ലോ. കക്കൂസുള്ള ആരുടെയും വീട്ടിൽ, അവിടുത്തെ ഡോക്ടറുടെ വീട്ടിൽ പോലും കക്കൂസില്ല. അന്നേരം പറഞ്ഞു ഒരു കുഴിയുണ്ട്, അവിടുത്തെ കക്കൂസില്ല. അങ്ങനെ അതൊരു കുഴിയാണ്. അയാളുടെ അടുക്കളയ്ക്കകത്ത് കുഴി ഉണ്ടാക്കി കൊടുത്തു. അടുക്കളയ്ക്കകത്ത് ഞാൻ ചെന്നപ്പോൾ എൻ്റെ പറഞ്ഞു ഇതിനകത്ത് വെളിക്കിറങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല, നാർത്തൊന്നുമില്ല, ഞാൻ മണ്ണിട്ട് മൂടിക്കോളാം. ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ. ഞാൻ കാട്ടിലാണ് പോയത്. ആ മനുഷ്യൻ്റെയൊക്കെ ഞാൻ വാക്ക് പറഞ്ഞു, എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഷർട്ട് ഊരി കൊടുക്കും. ഞാൻ വിളിച്ചുകൊണ്ട് നവംബറിൽ എൻ്റെ ഈ കിടക്കുന്ന സെമിനാറിനകത്ത് വരണമെന്നും പറഞ്ഞുകൊണ്ട്. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അദ്ദേഹം എഴുതാനും വായിക്കാനും കഷ്ടിച്ച് പഠിച്ചു. ഇപ്പോൾ എത്ര പേരുണ്ടെന്നറിയാം സഭയിൽ? 650 പേരുണ്ട്. അയാളുടെ ഗ്രാമത്തിൽ നിന്ന് മാത്രമല്ല, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നൊക്കെ ആളുകൾ വരികയാണ്. എന്താ കാര്യം? നിൻ്റെ കഴിവിനകത്തല്ല. എൻ്റെ കൂടെ ഉള്ള വേറൊരുണ്ട്, തിമോത്തി മദൻ ആദിവാസിയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് കൗവീനം കൊടുത്തുകൊണ്ട്, കൗവീനം എന്നുള്ളതിന് ശുദ്ധ മലയാളം പറയാനൊക്കത്തില്ല കേട്ടോ, അണ്ടർവെയറൊന്നുമില്ല, ഒരു കൗവീനം മാത്രം കൊടുത്തുകൊണ്ടോ നിൽക്കുമായിരുന്നു. ആരാണ്ട് സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം കൊടുത്തു, അതുകൊണ്ട് പോയി വേറൊരാളിനെ കൊണ്ട് വായിപ്പിച്ചു. മറ്റേ ആൾ പറഞ്ഞത് വായിക്കേണ്ട ആവശ്യമില്ല, ഇത് ക്രിസ്ത്യാനിയാക്കാനുള്ള പരിപാടിയാണ്, വായിച്ച് കേൾപ്പിച്ചാട്ടെ. അയാൾ വായിച്ച് കേൾപ്പിച്ചു. അയാൾ യേശുക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ചു. വേറൊരു പട്ടക്കാരൻ പാസ്റ്ററെ പോയി കണ്ടു. ആ പാത്രത്തെ എഴുതാനും വായിക്കാനും പഠിച്ചു. മദൻ അദ്ദേഹം സ്നാനപ്പെട്ടപ്പോൾ തിമോത്തി എന്ന് പേരെടുത്തു. തിമോത്തി മദൻ 2 MLA സ്നാനപ്പെടുത്തി, 3 സഭകൾ സ്ഥാപിച്ചു. ആദ്യത്തെ അവിടുത്തെ 500 പേര് 300 പേര് സ്നാനപ്പെട്ടു. അടുത്തടുത്ത് 250 പേര് സ്നാനപ്പെട്ടു. ഞാൻ പറയും നിങ്ങളുടെ കഴിവിനകത്തല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കഴിവിനകത്തല്ല നിങ്ങളുടെ ബിസിനസ് വലുതാകുന്നത്, നിങ്ങളുടെ സഭ വലുതാകുന്നത്. ഹല്ലേലൂയ. പിന്നെയോ ദൈവത്തിൻ്റെ കൃപയിലാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വിശ്വസിക്കുന്നതിനകത്ത് സകലതും ഫ്രീ ആയിട്ട് തരുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മുടെ കഴിവുകൾ വിശ്വാസത്തിനകത്ത് വളർത്തിയെടുക്കുക. എളുപ്പം സംഭവിക്കുന്നതല്ല, വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ കേട്ടോ, റോമർ 3:24 ക്രിസ്തു യേശുവെങ്കിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത്. നമ്മളെങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? വിശ്വാസത്താൽ. അത് കഴിഞ്ഞിട്ട് നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. പിന്നെയോ അതും വിശ്വാസത്താൽ. റോമർ 6:23 ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവനാണ്. എങ്ങനെയാണ് ലഭിക്കുന്നത്? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, സൗജന്യമല്ലെങ്കിൽ കൃപയല്ല. കൃപയ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്, ചിരട്ടക്കരി കൊടുത്ത് വാങ്ങിക്കുകയാണ്, മെഴുകുതിരി കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ്, പി ജി പരീക്ഷന് 1000 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്, പാവങ്ങൾക്ക് ചോറ് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ്. ഹല്ലേലൂയ. മല കയറിയിട്ട് കിട്ടുന്നതാണ്. അല്ല, സൗജന്യമല്ലെങ്കിൽ കൃപയല്ല. ദൈവം നമുക്ക് സകലതും സൗജന്യമായിട്ട് തരുന്നു. നമുക്ക് വേണ്ടിയുള്ള വില മുഴുവൻ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് സകലതും ഫ്രീ ആയിട്ട് തരുന്നു. എന്തൊക്കെ? ഒന്ന്, ദൈവം തരും ഫ്രീ ആയിട്ട്.
ഞാൻ ഇന്നലെ കഴിഞ്ഞ ഒരു മെസ്സേജിൽ പ്രസംഗിച്ചതാണ്. അവൻ ചോദിക്കുന്നതിന് മുമ്പേ തരുന്നു. ഇവിടെ മത്തായി 6:8 വിശദീകരിക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചുകൊണ്ട്. രണ്ട് നമ്മൾ ചോദിച്ചു വായിക്കണം. മത്തായി 7:7, 8, 9. ഹല്ലേലൂയ. ചോദിപ്പിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കണം. മക്കളെങ്കിൽ ചോദിക്കാം. ചോദിക്കാതെ തരുന്നു, അല്ലേ? ചോദിച്ചും തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാതെ ദൈവം തന്നെന്ന് വരും, അവന് സ്തോത്രം പറഞ്ഞാണ്ട്. പക്ഷേ എന്നിട്ടും കിട്ടിയില്ല, വിചാരിച്ചിട്ടും കിട്ടുന്നില്ല. മോക്ക് അഡ്മിഷൻ കിട്ടിയില്ല, മകൻ്റെ കല്യാണം നടക്കുന്നില്ല, വിസ കിട്ടുന്നില്ല, സഭ വലുതാകുന്നില്ല. ചോദിക്കണം. ഹല്ലേലൂയ. ധൈര്യത്തോടെ ചോദിക്കണം. എന്ത് വേണമോ അത് വിശാലമായിട്ട് ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, 1 ചോദിക്കാതെ കിട്ടുന്നു, 2 ചോദിച്ചു കിട്ടുന്നു, 3 പിടിച്ചു വാങ്ങുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 11:12, അല്ല മത്തായി 11:12. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. ബലാത്കാരികൾ ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കാം. ദൈവം ബലഹീനനാകും. അതെൻ്റെ വേറൊരു വിഷയമാണ്. ദൈവത്തിനെ ഒന്ന് പിടിച്ചു വാങ്ങിക്കാനൊക്കുമോ? ഇല്ല. വലിയൊരു ഗുസ്തിക്കാരൻ്റെ ചെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു വാങ്ങിക്കാനൊക്കുമോ? ഒക്കത്തില്ല. എന്നാൽ അവനെ ദൈവത്തെ ബലഹീനനാക്കും. അങ്ങനെ വിശ്വാസത്താൽ. ഹല്ലേലൂയ. അങ്ങനെ 3 വിധത്തിൽ നമുക്ക് പ്രാപിക്കാം. പിടിച്ചു വാങ്ങാൻ, ചോദിച്ചു വാങ്ങാൻ, ചോദിക്കാതെ വാങ്ങാൻ ഒരു യോഗ്യത വേണം. അതെന്താണ്? 1 മകനാകണം. ഹല്ലേലൂയ. എൻ്റെ വീട് പാണയമാണ്. എവിടെയാണ് പാണയം? കൊല്ലം ഡിസ്ട്രിക്റ്റിൽ അഞ്ചലിനപ്പുറത്ത്, ഏരൂരിനപ്പുറത്ത് പാണയം. ഒരു കൊച്ചു ഗ്രാമമാണ്. ഇപ്പോഴും അത് കൊച്ചു ഗ്രാമമാണ്. അവിടെ പപ്പ ഒരു തോട്ട സൂപ്രണ്ടായതുകൊണ്ട് നാട്ടുകാരും എല്ലാവരും ആദ്യകാലത്തൊക്കെ സാറേ എന്ന് വിളിച്ചു. എങ്കിലും പ്രായമായി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേരും പപ്പ എന്ന് വിളിച്ചു. ഞങ്ങൾ പപ്പ എന്ന് വിളിച്ചു. പപ്പ അസംബ്ലി സ്കൂളിൽ മെമ്പറാണ്. ഞാൻ ഓർക്കുന്ന ഒരു കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പം ആരാണ്ടിങ്ങനെ പറഞ്ഞു, പാണയത്തു നിന്ന് പാപ്പി സാർ അവിടുത്തെ സഭയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പാപ്പി സാർ എന്നല്ല പറഞ്ഞ പപ്പ. എല്ലാവരും പപ്പ എന്ന് വിളിച്ചു. പക്ഷേ പപ്പ മരിച്ചപ്പോൾ സ്വത്ത് എഴുതി കൊടുത്തത് തന്നിൽ നിന്ന് ജനിച്ചവർക്ക്. പപ്പ എന്ന് വിളിച്ചവർക്ക് എല്ലാവർക്കും കിട്ടത്തില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടത്തില്ല. അവനിൽ നിന്ന് ജനിക്കണം. എങ്ങനെ ജനിക്കണം? വീണ്ടും ജനിക്കണം. യോഹന്നാൻ 1:12. അതുപോലെ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് അവനോട് ചോദിക്കാതെ കിട്ടത്തുള്ളൂ, ചോദിച്ചു വാങ്ങിക്കാനൊക്കത്തുള്ളൂ, പിടിച്ചു വാങ്ങാനൊക്കത്തുള്ളൂ. അപ്പൻ്റെ സ്വത്ത് കിട്ടണം. അപ്പനിൽ നിന്ന് ജനിച്ച മക്കൾക്ക് മാത്രമുള്ളതാണ്. 2, അപ്പനുമായി ഒരു ബന്ധമുണ്ടായിരിക്കണം. വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, ഒരു ബന്ധമുണ്ടായിരിക്കണം. എന്നും സ്ഥിരമായ ഒരു ബന്ധം. ഞാൻ രാവിലെ 3 കിലോമീറ്റർ നടക്കും. 5 പ്രാവശ്യം ഇങ്ങനെ ഒരിടത്ത് വട്ടം കറങ്ങി വരും. എന്നിട്ട് വന്നും വെച്ച് ചായ ഉണ്ടാക്കി ഞങ്ങൾ കുടിക്കും. സെക്യൂരിറ്റി ഗാർഡിന് കൊടുക്കും. ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡല്ല, 64 ഫ്ലാറ്റിനൊരു സെക്യൂരിറ്റി ഗാർഡാണ്. അത് കഴിഞ്ഞ് വെച്ച് പിന്നെയും ഞാൻ നടക്കാൻ പോകും. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കാൻ പോകുമ്പോൾ ഞാൻ ഒന്നുകിൽ സന്ദേശം കേൾക്കും, ആരുടെയെങ്കിലും ഒരു പ്രസംഗം കേൾക്കും. ഇംഗ്ലീഷിലാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം രാവിലത്തെ പ്രസംഗം. കാരണം വിശ്വാസം കുറച്ചുകൂടെ കട്ടിയായിട്ട് പ്രസംഗിക്കുന്ന അവരാണ്, സായിപ്പ്മാരാണ്. ആഫ്രിക്കക്കാരും പ്രസംഗിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ മലയാളികളുടെ പ്രസംഗം കേൾക്കും. വിശുദ്ധ ജീവിതം കുറച്ചുകൂടെ കട്ടിയായിട്ട് ധൈര്യത്തോടെ പറയുന്നത് മലയാളികളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, നിങ്ങൾക്ക് അവനുമായിട്ടൊരു ബന്ധം വേണം. എന്തിനാണ് ഈ വചനം കേൾക്കുന്നത്? അല്ലേ? എന്തിനാണ് വിശുദ്ധ ജീവിതത്തെപ്പറ്റി കേൾക്കുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞാൻ വചനം കേൾക്കുമ്പോൾ എന്നെ തന്നെ കാണുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് തകരാറ് കാണുന്നു, എൻ്റെ ബലഹീനത കാണുന്നു, എന്നെ തന്നെ നോക്കുവാൻ, എൻ്റെ ജീവിതത്തെ കാണുവാൻ. കണ്ണാടിക്കകത്ത് എൻ്റെ പുറമേയുള്ള മനുഷ്യനെ മാത്രമേ കാണിക്കാനൊക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് എൻ്റെ അകമേയുള്ള മനുഷ്യനെ കാണിക്കുവാൻ കഴിയും. അത് ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം അപ്പനുമായിട്ടൊരു നിരന്തര ബന്ധമുണ്ടായിരിക്കണം. യേശു ഭക്തന് ലഭിക്കുന്ന സമ്പത്ത് എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള നിരന്തരമായ ഒരു ബന്ധം ഉണ്ടാക്കി നടന്നാൽ ലഭിക്കുന്നതായിട്ടുള്ള സമ്പത്ത് എന്തൊക്കെയാണ്? സമ്പത്ത് അവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കേട്ടാട്ടെ. 1, അവൻ എന്നും നമ്മുടെ കൂടെ നടക്കും. യേശു പറഞ്ഞാണ്, ഞാൻ ലോകാവസാനത്തോളം ഇരിക്കാം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവൻ പറഞ്ഞതാണ്, അവൻ ലോകാവസാനത്തോളം നമ്മുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. യേശു പറഞ്ഞു. ഹല്ലേലൂയ. വേദപുസ്തകത്ത് പലയിടത്തും വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ കൂടെ നടക്കും. ഞാൻ എവിടെ പോയിരുന്നാലും എനിക്കൊരു നിഴലുണ്ട്. ഇവിടെയും ലൈറ്റ് ഉള്ളതുകൊണ്ട് നിഴലുണ്ട്. ലൈറ്റ് ഉള്ളിടത്തോളം നിഴലുണ്ടായിരിക്കും. എന്നാൽ ഒരു കാലത്ത് സയൻറ്റിസ്റ്റുമാർക്ക് നിഴലില്ലാത്ത ലൈറ്റ് ഉണ്ടാക്കാൻ ഒത്തൊന്നു വന്നേക്കാം. ഇപ്പോഴും ഉണ്ട് കേട്ടോ. നിഴലില്ലാത്ത ലൈറ്റൊക്കെ വീഡിയോ ക്യാമറയ്ക്കകത്ത് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മുറിയിൽ ഒരെണ്ണമുണ്ട്. അല്ലേ? ഞാനതല്ല ഉദ്ദേശിച്ചത്. സൂര്യനുണ്ടെങ്കിൽ, ചന്ദ്രനുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ വെട്ടം ഉണ്ടെങ്കിൽ അവിടെ നിഴലുണ്ടാവും. ആ നിഴലിനെ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും മറച്ച് കളയാൻ കഴിയും. അല്ലെങ്കിൽ ലൈറ്റിന് വെട്ടമുണ്ട്. ഒന്നുകൂടെ പറയാം, ലൈറ്റ് വെളിച്ചത്തിന് എപ്പോഴും നിഴലുണ്ട്. എന്നാൽ അതിനെ നമുക്ക് മറയ്ക്കാൻ ഒത്തൊന്നു വന്നേക്കാം. എന്നാൽ എന്നിൽ നിന്നൊരിക്കലും
ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മറയ്ക്കുവാൻ സാധ്യമല്ല. ഒരു ശക്തിക്കും സാധ്യമല്ല. ഒന്ന്, അവൻ എൻ്റെ കൂടെ നടക്കുന്നു. എവിടെയായിരുന്നാലും, ഇരുട്ടിലായാലും പകലിലായാലും കാശ്മീരിലായാലും കേരളത്തിലായാലും ഒറീസയിലായാലും കടലിലായാലും എവിടെയായിരുന്നാലും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. രണ്ട്, അവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം തരുന്നു. സങ്കീർത്തനം 23:1. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. എനിക്ക് ആവശ്യങ്ങളൊന്നും ഉള്ളതില്ല. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. എനിക്ക് ആവശ്യം, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും, പക്ഷേ അവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും. ചിലപ്പോൾ തന്നില്ലെങ്കിലോ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതിനായിട്ടും സ്തോത്രം. തന്നതിനായിട്ട് സ്തോത്രം. നിനക്ക് തരാൻ മനസ്സുണ്ടായില്ല, അതിനായിട്ട് സ്തോത്രം. ഞാൻ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗശാന്തി കിട്ടിയില്ല, അതിനായിട്ടും സ്തോത്രം. ഹല്ലേലൂയ. ആവശ്യങ്ങളെല്ലാം തരുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ആ സ്ഥലത്തിന് അബ്രഹാം പേരിട്ടതാണ്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. നിങ്ങളും ചിലതിനൊക്കെ പേരിടണം. ഒരു സ്ഥലത്തിന് പേരിടാൻ നിങ്ങൾക്ക് അവകാശമൊന്നുമില്ല, അല്ലേ? ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു വൈറസിനെ കണ്ടുപിടിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുന്നവർക്കിടാണ്. പക്ഷേ അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പേരെന്തുവാ, ഇത് കൊല്ലം എന്നാ, ഇനിയും തൊട്ട് ഞാനങ്ങ് പേര് മാറ്റാൻ പോകാം. നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല, പക്ഷേ നിങ്ങളുടെ അനുഭവത്തിന് പറയാൻ പേര് കാണണം. ഇവിടെയാണ് എനിക്ക് പൈസ കിട്ടിയത്, ഇവിടെയാണ് എനിക്ക് ഭൂമി കിട്ടിയത്, ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് രോഗശാന്തി കിട്ടിയത്. നിങ്ങൾക്ക് പേര് മാറ്റുവാൻ കഴിയട്ടെ, നിങ്ങളുടെ അനുഭവങ്ങളുടെ പേര് മാറ്റുവാൻ കഴിയട്ടെ. അവനെ പറഞ്ഞു യഹോവ ഇരേ. ഹല്ലേലൂയ. ഇന്ന് വരെ പറയുകയാണ് യഹോവ ഇവിടെ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാര്യം സാധിച്ചു തരും. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണ്? അവൻ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ, അവൻ എന്നെ കാണുന്നവൻ, അവൻ എന്നെ കരുതുന്നവൻ. ഇതാ ഉത്തമഗീതം 2:4 പറയുകയാണ്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൻ്റേതായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരിക്കൽ ഇത് പ്രസംഗിച്ചു, ഒരിക്കലല്ല പല പ്രാവശ്യം പ്രസംഗമുണ്ട്. അവൻ എന്നെ കൊണ്ടുവന്നു, അവൻ എൻ്റെ മേലൊരു കൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊടി എന്താണ്? ആർക്കും കാണാനൊക്കാത്തതായിട്ടുള്ള കൊടി. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഞാൻ പറയുന്നു, ഈ കൊടി നിൻ്റെ കൂടെയുണ്ട്, വിശ്വസിക്കണം. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അവൻ നിൻ്റെ കാര്യം സാധിച്ചു തരും. ഒരു ഉദാഹരണം ഓർമ്മ വരികയാണ്. ഞങ്ങൾ ഏകദേശം ഏത് വർഷത്തിലായിരിക്കണം, 1972 ഞാൻ സുവിശേഷ വേലയ്ക്ക് കട്രായിലെത്തിയത്. 73-ലോ 74-ലോ ഒരു കോശി വന്നു. ഏത് കോശിയാണ്? മഞ്ഞാടിയിലാണ് അദ്ദേഹത്തിൻ്റെ വീടിപ്പോൾ. അദ്ദേഹത്തിന് ഒരു അനാഥശാലയൊക്കെ ഉണ്ട് തിരുവല്ലയിൽ മഞ്ഞാടിയിൽ. ബ്രദറുകാരനാണ്. അദ്ദേഹത്തിനൊക്കെ പോയി കാണണം, ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് പറഞ്ഞു, വർഗീസ് ബ്രദറെ, ഞാൻ HBA പഠിക്കുകയാണ് മദ്രാസിൽ, എനിക്കറിയാം. അദ്ദേഹം നേരത്തെ എനിക്കറിയാം, നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ കാശ്മീരിൽ പ്രവർത്തിക്കാൻ വന്നതാണ്, തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ല, സഹായിക്കാമോ? ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ഇവിടെ ആഹാരം പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ട്, ഇതുവരെ ഞാൻ പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോയി വിൽക്കാം, രൂപ കിട്ടാമെങ്കിൽ എത്ര രൂപ വേണം? 110 രൂപ. ഞാൻ പറഞ്ഞു, ഞാൻ തരാം, പുസ്തകം വിൽക്കാം. ഞങ്ങൾ പുസ്തകം എല്ലാം പാക്ക് ചെയ്തു. കട്രായിൽ നിന്ന് തിരിച്ച് ജമ്മു വരെ പോകാനുള്ള വണ്ടിക്കൂലിയില്ല. അവിടെ പുസ്തകം വിറ്റ് വണ്ടിക്കൂലി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജമ്മുവിൽ ചെന്നു. നിങ്ങളിത് വിശ്വസിക്കില്ല, കോശികളൊക്കെ പോയി ചോദിക്കണം. എൻ്റെ കൂടെ വേറൊരാളുണ്ട്, ജോബ് സുഭാഷ്. ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു പഞ്ചാബി രാജസ്ഥാൻകാരനാണ്. ഞങ്ങൾ മുതൽ ജമ്മു ചെന്നു. എന്ന് ദാഹിക്കുന്നു, ഭയങ്കര ചൂട്, വെള്ളം കുടിക്കാൻ പൈസയില്ല, 25 പൈസയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിന്. ഞാൻ പറഞ്ഞു, നമുക്ക് പുസ്തകം വിൽക്കാം. പുസ്തകം വെച്ച് 12 അണ കിട്ടിയപ്പോൾ 75 പൈസ കിട്ടിയപ്പോൾ ഞങ്ങൾ 3 ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചു. അവിടുത്തെ CPM ഹാളിൽ പോയി കിടന്നു. അടുത്ത ദിവസം പിന്നെയും പുസ്തകങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ അഖ്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, പൂഞ്ചിലേക്ക് പോവുക. ഞങ്ങൾ ആരും പോയിട്ടില്ലാത്ത സ്ഥലത്ത് പുസ്തകം വിൽക്കാനായിട്ട് പോവുകയാണ്. അഖ്നൂർ ചെന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. എവിടെ കിടന്നുറങ്ങും? എനിക്കറിയാം ഉറങ്ങാൻ എവിടെ സൗകര്യം കിട്ടുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ എത്രയോ പ്രാവശ്യം ഉറങ്ങിയിരിക്കുന്നു. ബസ്സിൻ്റെ പുറത്ത് കിടന്നുറങ്ങിയ. പക്ഷേ അന്ന് അവിടെ ബസ് കണ്ടക്ടറൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞോട് ഒക്കത്തില്ല, ഞാൻ നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ തണുപ്പ് കൂടുതലാണ്, തണുപ്പില്ലാത്തപ്പോഴാണ് കിടന്നുറങ്ങാം. അതുകൊണ്ട് നിങ്ങളുടെ കമ്പിളി ഉണ്ടോ? ഇല്ല. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, ഇവിടെ ഒരു പട്ടാളത്തിൻ്റെ റെജിമെൻ്റ് ഉണ്ട്. ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നല്ലോ, ഡൽഹിയിൽ. അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറെ വന്നപ്പോൾ ഞാൻ പലപ്പോഴൊക്കെ സഹായിച്ചിട്ടുണ്ട്, തമിഴിനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ പോകാം. ഞങ്ങൾ ഈ പുസ്തകത്തിൻ്റെ കെട്ടുമെല്ലാം എടുത്ത് പട്ടാളത്തിൻ്റെ ക്യാമ്പിൽ ചെന്ന് ഓഫീസർ മെസ്സിൽ ചെന്നു. അവരെല്ലാം കൂടെ അത്ഭുതപ്പെട്ടു, ഇതാണ് ഓഫീസർ മെസ്സ് വേണ്ട, 3 കെട്ടുമായിട്ട് 3 പേര് കയറി വരുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന ഓഫീസറെ കാണണം. അതൊക്കെ വലിയ സന്തോഷം. ആ വർഗീസ് എപ്പോൾ വന്നാച്ച്, എതുക്ക് വന്നാച്ച്? ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ പൂഞ്ചിന് പോവുകയാണ്, കുറച്ച് പുസ്തകം വയ്ക്കാൻ പോവാം. ഞാൻ ഇപ്പോൾ യേശുവിൻ്റെ പറഞ്ഞാൽ, ഞാൻ കേട്ടാച്ചു ഉങ്ങൾ ആണ്ടവരുടെ ഊളിയ വേലക്കാരനെ ഞാൻ കേട്ടാച്ചു. ഞാൻ പറഞ്ഞാൽ അതിന് പോവാം. പക്ഷേ ഇവിടെ നിന്ന് സന്ധ്യയായപ്പോൾ ഒന്ന് ഉറങ്ങാൻ സ്ഥലം വേണം. അതെന്താ? പെട്ടെന്ന് 3 കട്ടിലിട്ടു. ആ കട്ടിലെ കമ്പിളിയൊക്കെ വിരിച്ചു. ഞങ്ങൾ അതിനകത്ത് കിടന്നുറങ്ങി. ആഹാരമൊക്കെ തന്നു, കിടന്നുറങ്ങി.
നേരം വെളുത്ത് കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. അവരുടെയൊക്കെ ചോദിച്ചാൽ മതി, അതിന് കാരണം ഉണ്ടായി. എഴുന്നേറ്റ് താമസിച്ചു പോയി. താമസിച്ചപ്പോൾ ഈ ഓഫീസർ ഡ്രസ്സും ഒക്കെ ചെയ്ത് ബൂട്ടുമൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ്. ടെൻറ്റിലാണ് അത്, കാരണം അത് യുദ്ധ സമയമാണ്. അവിടെ എല്ലാവരും ടെൻറ്റിലാണ് കിടക്കുന്നത്. പറഞ്ഞു, നിങ്ങൾ താമസിച്ചു പോയി, വെള്ളം നിന്നു. ഇവിടെ വെള്ളം രാവിലെ 1 മണിക്കൂറേ വരത്തുള്ളൂ. വെള്ളം നിന്ന് പോയി. ഇനിയും താഴെ പർവ്വതത്തിൻ്റെ മേളിലാണ്, അങ്ങ് താഴെ ഒരു ആറുണ്ട്. അവിടെ പോയി 1ക്കും 2 ആറ്റിലല്ല, കരയിൽ ചെയ്തിട്ട് 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞ് കുളിച്ച് പല്ലുമൊക്കെ തേച്ചിട്ട് കയറി വരണം. അപ്പോഴത്തേക്കൂടെ പൂരിയൊക്കെ കാണും. എനിക്ക് ഓഫീസിൽ പോയൊക്കത്തുള്ളൂ. അദ്ദേഹം സല്യൂട്ട് അടിച്ചു വെച്ച് അങ്ങ് പോയി. ഞങ്ങൾ താഴെ പോയി 1, 2 ഒക്കെ കഴിഞ്ഞു. കുളിച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ബാഗ് തുറന്ന് നോക്കി, എണ്ണയൊക്കെ വെക്കുന്നത്. അവിടെ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എണ്ണയില്ല. ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. എണ്ണക്കുപ്പി വെക്കാൻ മറന്നുപോയി. ഞാനും മറന്നുപോയി, ലില്ലിയും മറന്നുപോയി. ഞാൻ പറഞ്ഞു, പ്രദേശേ എണ്ണയില്ലല്ലോ, മലയാളിക്ക് എണ്ണയില്ലാതെ ജീവിക്കാൻ ഒക്കുമോ? പോൺസ് പൗഡറും എണ്ണയും വലിയ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു, എണ്ണയില്ല, പോൺസ് പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ പട്ടാളത്തിലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, നമ്മളവിടെ ചെല്ലുമ്പം പൂരി കാണും, മിക്കവാറും പൂരി ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നമുക്ക് പൂരി കഴിച്ച് കഴിയുമ്പോൾ ഒരു ഗുണമുണ്ട്, അതിൻ്റെ എണ്ണയൊക്കെ നമുക്ക് മുഖത്തൊക്കെ പുരട്ടാം, ബാ. അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന ഈ ജോബ് സുഭാഷ് വധുവ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ സ്നാനപ്പെടുത്തിയപ്പോഴാണ് ജോബ് സുഭാഷ് എന്ന് പേരിട്ടത്. ജോബ് പറഞ്ഞു, ഉപദേശി എന്നെ പഠിപ്പിച്ചത് യേശുവിൻ്റെ അടുക്ക പ്രാർത്ഥിച്ചാൽ യേശു എണ്ണ തരുമെന്നില്ലയോ ഏലിയാവിന്. ഞാൻ പറഞ്ഞ്, ജോബെ നോക്കി, ഇവിടെ 4 വശത്ത് നോക്കി, അങ്ങ് പർവ്വതത്തിൻ്റെ മേളിൽ പട്ടാള ക്യാമ്പുള്ളതേ ഉള്ളൂ, ഇവിടെ അങ്ങ് ഒരു മനുഷ്യനും ഇല്ല. ഏലിയാവിന് കാക്ക കൊണ്ട് കൊടുത്ത് ഇവിടെ അങ്ങ് നോക്കിയിട്ട് ഒരു കാക്കയില്ല, പരുന്തുമില്ല. പിന്നെ ഇവിടുന്ന് എങ്ങനെയാണ്? അങ്ങനൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഉപദേശി എന്നെ പഠിപ്പിച്ചത് കാക്ക ഏലിയാവിന് ആഹാരം കൊടുത്തു, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പറഞ്ഞു, ജോബെ നീ പ്രാർത്ഥിക്കരുത്. ജോബ് പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല, ഉപദേശിക്കല്ലേ വിശ്വാസം, പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാനൊക്കെ. ഞങ്ങൾ 3 പേരും കൂടെ, അവരൊക്കെ പോയി ചോദിച്ചാൽ മതി, എവിടെയാണ് ജോബ് താമസിക്കുന്നത്? ഇപ്പം രാജസ്ഥാനിലെ ജയ്പൂരിലാണ്, പാസ്റ്ററാണ്. കോശി എവിടെയാണ്? മഞ്ഞാടിയിൽ ബ്രദറുകാരനായിട്ട് ഒരു അനാഥശാല നടത്തുന്നു. അവരൊക്കെ ചോദിച്ചാൽ മതി. ഞങ്ങൾ 3 പേരും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കൈ കോർത്ത് പിടിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും 2 പേർ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, എനിക്കറിയാം അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അവിടെ പരുന്തുമില്ല, കാക്കയില്ല, ഒരു മനുഷ്യനുമില്ല. പിന്നെ അവിടുന്ന് എണ്ണ വരുന്നേ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എങ്കിലും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഏലിയാവിന് കൊടുത്തവനായ ദൈവമേ, ഞങ്ങൾക്ക് എണ്ണ വേണമേ. എന്നിട്ട് മനസ്സിൽ പറഞ്ഞ്, കർത്താവിടെ ചെല്ലുമ്പം പൂരിക്കകത്ത് ചില കൂടുതൽ എണ്ണ വേണമേ. കർത്താവ് ബ്രെഡും ബട്ടറും കൊണ്ട് വെക്കല്ലേ, കർത്താവ് പൂരി ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഞങ്ങൾ പ്രാർത്ഥന കൈവിട്ട് നോക്കി, മേലോട്ട് നോക്കി, പരുന്തില്ല, കാക്കയില്ല, യാതൊന്നുമില്ല. 4 വശത്തും നോക്കി, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് നടക്കാം. ഹല്ലേലൂയ, നടക്കാം. ഞാനാണ് ഏറ്റവും മുമ്പ് നടക്കുന്നത്. ഏറ്റവും മുമ്പ് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ ഒരു കുപ്പി വന്നു വീണു. ഈ കുപ്പിയല്ല, ഇതുപോലത്തെ ഒരു കൊച്ചു കുപ്പി വന്നു വീണു. ഞാനെടുത്ത് നോക്കി, അതിനകത്ത് ഇച്ചിരി എണ്ണയുണ്ട്. എഴുതിയിരിക്കുന്നു, കച്ചിഗാനി സരസുങ്കത്താൽ തേൽ എന്ന് പറഞ്ഞാൽ 1-ാം തരം കടുകെണ്ണ, ശുദ്ധമായ കടുകെണ്ണ. ഞാൻ പറഞ്ഞു, ഇച്ചിരി എണ്ണയുണ്ട്. ഞാൻ പറഞ്ഞു, കൈ കാണിച്ചേ. കോശിയുടെ കയ്യിൽ ഒരു തുള്ളി എണ്ണ, ജോബിൻ്റെ കയ്യിൽ ഒരു തുള്ളി എണ്ണ, എൻ്റെ കയ്യിൽ ഒരു തുള്ളി, 3 പേരുടെയും കയ്യിൽ ഓരോ തുള്ളി എണ്ണ. അവസാനം വന്നപ്പോൾ എൻ്റെ കൈക്ക് 4 തുള്ളി എണ്ണ. പ്രാർത്ഥിച്ചവൻ്റെ കയ്യിൽ ഒരു തുള്ളി അധികം. ഞാൻ വിചാരിച്ചത് എവിടുന്നാണ് വന്നേ? ഞാനിങ്ങനെ 4 വശം നോക്കിയപ്പോഴാണ് ഈ വലിയ കുന്നിൻ്റെ നടുക്കൂടെ റോഡുണ്ട്, കാണാൻ വയ്യായിരുന്നു. അവരൊക്കെ ചോദിച്ചാൽ അറിയാം, അവിടെ കാണാൻ വയ്യ. അവിടെ ഒരു ട്രക്ക് നിൽപ്പുണ്ടായിരുന്നു, അതും കാണത്തില്ല, അവിടുത്തെ ഈ കാടുകൾ കാരണം കാണത്തില്ല. അതിൻ്റെ മേളിലൊരു സർദാർജി, പഞ്ചാബി, അയാൾ നിന്നുകൊണ്ട് തലയിൽ എണ്ണ പുരട്ടിയും വെച്ച് അണ്ടറിട്ടിട്ടുണ്ട്. എണ്ണ പുരട്ടിയും വെച്ച് കുപ്പി എടുത്തെറിഞ്ഞതാണ്. അയാൾ എന്നെ കണ്ട് ഈ കുപ്പി വന്ന് വീഴുന്നിടത്ത് അയാൾ നോക്കി. അയാൾ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നു, നിങ്ങളുടെ ദേഹത്തെങ്ങാണം കൊണ്ടോ? ഇല്ല. അയ്യോ ക്ഷമിക്കണം കേട്ടോ, കാണാതെ എറിഞ്ഞതാ. ഞാൻ പറഞ്ഞു, ഇനിയും വല്ലതും എറിയാനുണ്ടെങ്കിൽ എറിഞ്ഞു, ഇതാ നല്ല സമയം. ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിലൊന്നാണ്. ഞാൻ കേണ്ട വേണമെന്നപ്പോൾ സ്വർഗസ്ഥനായ ദൈവം തന്നു. നിനക്കും ആവശ്യമുള്ളത് തരുന്നവനായ ദൈവം. തന്നില്ലെങ്കിൽ അതിനും സ്തോത്രം പറയാൻ പഠിക്കണം. അതാണ് എല്ലാത്തിലും അഹംഭാവത്തിലും എന്ന് പറഞ്ഞാൽ ഇല്ലാത്തപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവനായിട്ട് സ്തോത്രം പറയാൻ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ കൊടി നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ പോകുന്നിടത്തൊക്കെ അത്ഭുതം നടക്കും. നമ്മൾ അത്ഭുതത്തിനകത്ത് ജീവിക്കണം, വിശ്വസിക്കണം. 3-ാമത്തെ കാര്യം, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിന്നെ സൗഖ്യമാക്കും.
ഹല്ലേലൂയ. അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. അന്ന് കുഷ്ഠരോഗത്തിന് മരുന്നില്ല. കുരുടനെ സൗഖ്യമാക്കി. അന്ന് കണ്ണിൻ്റെ ഡോക്ടർമാരാരുമില്ല. അവൻ ചെകിടനെ സൗഖ്യമാക്കി. അന്ന് വൈദ്യശാസ്ത്രം ഇല്ലാത്ത കാലത്ത്. വരണ്ട കൈയുള്ളവൻ്റെ വരണ്ട കൈ നിവർന്നു. റോമ ശതാധിപൻ്റെ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ മരിക്കാറായവർ സൗഖ്യമാക്കിയ ദൈവം. റോമർ 5 അത്ഭുതങ്ങളുടെ പ്രവാഹമാണ്. എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ അവൻ നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. നിൻ്റെ ഡോക്ടർ എഴുതി തരുന്നതല്ല നിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. എൻ്റെ ദൈവം പറയുന്നതാണ് നിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. കേട്ടോ, ഡോക്ടർ പറയുന്നതല്ല. ഡോക്ടർ പറഞ്ഞെന്ന് വരാം നിനക്ക് ഒരു കാലത്തും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. എനിക്കറിയാം, അത്ഭുതങ്ങളും അറിയാം. ഒരു കാലത്തും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് പറയുന്ന അവിടെ നിൻ്റെ ഡോക്ടർ പറയുന്നതല്ല എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. എൻ്റെ ദൈവം പറയുന്നതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഞാനൊരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ എറണാകുളത്തെ ആദ്യത്തെ മീറ്റിംഗാണ്. അന്ന് പാലാരിവട്ടത്ത് ജനതാ റോഡിൽ ഒരു HMTയിൽ ജോലിയുള്ള വർഗീസ് ഇടയ്ക്ക് അടുത്ത കാലത്താണ് മരിച്ചുപോയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എൻ്റെ ആദ്യത്തെ മീറ്റിംഗ്. എറണാകുളത്തെ മത്തായി ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അന്ന് ആദ്യത്തെ കാലത്ത് വീട്ടിൽ, പിന്നെ വീടിൻ്റെ മുറ്റത്ത്, പിന്നെ ടൗൺ ഹാളിലോട്ടൊക്കെ മാറി. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് ആയിട്ട് മുറിക്കകത്ത് നിറച്ച ആളുകളുണ്ട്. യാക്കോബക്കാർ, മർത്തോമക്കാർ, വേറെ ആരെങ്കിലുമൊക്കെ കാണും. ഇരിക്കുകയാണ്. അധികവും പട്ടത്തെ സഭകളിലെ ആളുകളാണ്. അവരെല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഞാൻ ഓരോരുത്തർക്കും അവസാനം രോഗശാന്തിക്കൊക്കെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഒരു പെൺകുട്ടി ഒരു കണ്ണടയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പെൺകുട്ടി, അവൾ 10ാം ക്ലാസ് വരെ പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് കണ്ണടയുടെ ആവശ്യമില്ല. കണ്ണട എടുത്ത് ഒരു എയർ കൊടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എറിഞ്ഞു കൊടുത്തു. മത്തായി ബ്രദറിൻ്റെയൊക്കെ ചോദിച്ചാൽ അറിയാം. ആ പെൺകുട്ടി ഇപ്പോഴും ഉണ്ട്. എവിടാന്ന് പറയത്തില്ല, എനിക്കറിയാം. ശരിയല്ലല്ലോ പറയുന്നത്, വേറൊരാളിൻ്റെ അനുഭവമല്ലേ. കണ്ണട എടുത്ത് പറഞ്ഞു, ഇനി കണ്ണട ആവശ്യമില്ല, കർത്താവ് നിന്നെ സൗഖ്യമാക്കുക. എന്നിട്ട് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ കോളേജിൽ ഫസ്റ്റാവും. പ്രാർത്ഥന എഴുതാൻ കഴിഞ്ഞപ്പോൾ അവിടെ അമ്മ പറഞ്ഞു, 100-ന് 35 മാർക്ക് കിട്ടുന്നത് വളരെ കഷ്ടിച്ച. ബ്രദർ എന്തുവാ പറഞ്ഞത്? ഫസ്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞു, ഞാനതാ പറഞ്ഞത്. ദൈവം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ്, എൻ്റെ ദൈവം സൗഖ്യമാക്കാണ്. അവിടെ കണ്ണിനെ സൗഖ്യമാക്കുന്നു, തീർന്നില്ല, അവളുടെ ബുദ്ധിയെയും സൗഖ്യമാക്കുകയാണ്. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. ഞാൻ മംഗലാപുരത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് എൻ്റെ ഒക്കെ ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എറണാകുളത്ത് വെച്ച് കണ്ണട മാറ്റിയ ഞാൻ പേര് പറഞ്ഞു. എനിക്ക് പേര് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പേര് പറഞ്ഞു, അതെ ഞാനാണ്. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞു? അന്ന് എന്തുവാ പറഞ്ഞ്? ഞാനങ്ങ് മറന്നുപോയി. പറഞ്ഞില്ലേ, കോളേജിൽ ഞാൻ എംബസിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. എൻ്റെ ദൈവം ആരാണ്? നിൻ്റെ ബുദ്ധിയെ സൗഖ്യമാക്കുന്നവൻ, നിൻ്റെ കഴിവിനെ സൗഖ്യമാക്കുന്നവൻ, നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്നവൻ. ഹല്ലേലൂയ. എത്ര ഉദാഹരണം പറയണം? 4-ാമത്തെ കാര്യം, ചിലർ പറയും ഇത് പഴയ കഥകൾ മാത്രമേ ഉള്ളൂ, ഇപ്പോഴത്തെ കഥ കേൾക്കണോ? ഹല്ലേലൂയ. എത്ര എണ്ണം വേണം? ഹല്ലേലൂയ. ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ഫോണിനകത്തൂടെ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ചെയ്തതല്ല, അവരുടെ വിശ്വാസം, ദൈവത്തിൻ്റെ വചനപ്രകാരം. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ വാതിൽക്ക് ചെന്നിട്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. എനിക്ക് കഴിവൊന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം സൗഖ്യമാക്കുന്നവനായ ദൈവം. 4-ാമത്തെ കാര്യം, അവൻ എൻ്റെ കൊടിയാകുന്നു. പുറപ്പാട് പുസ്തകം 17-15. ഏത് കൊടി? അവൻ എൻ്റെ ജയക്കൊടിയാണ്. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, കൊടിയുണ്ട്. പട്ടാളത്തിലെ എല്ലാ ക്യാമ്പിൻ്റെയും മുമ്പിൽ കൊടിയുണ്ടായിരിക്കും. ആ കൊടി വൈകുന്നേരം താക്കും, രാവിലെ ഉയർത്തും. എൻ്റെ ദൈവത്തിൻ്റെ കൊടി താഴത്തില്ല, എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. ഹല്ലേലൂയ. അവൻ്റെ കൊടി എന്നും ജയക്കൊടിയായിരിക്കും. പട്ടാളത്തിൽ നിങ്ങൾ ടെലിവിഷനകത്തൊക്കെ കണ്ടു കാണും. അവിടുന്ന് ഒരു പട്ടാളം വരുന്നു, ഇവിടുന്ന് ഒരു പട്ടാളം വരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് പട്ടാളത്തിനകത്ത്, അല്ലേ? പ്രത്യേകിച്ച് തമിഴ് യുദ്ധത്തിനകത്തായിരുന്നു കൂടുതൽ. മലയാളത്തിനകത്തും കാണും. തമിഴ് യുദ്ധത്തിനകത്താണ്, രാജാക്കന്മാരുടെ തമിഴ് സിനിമയ്ക്കകത്താണ് വരുന്നത്. അവിടുന്ന് ഒരു പട്ടാളം വരുന്നു, ഒരാളുടെ ചുമന്ന കൊടി കാണും, വേറൊരാളുടെ അപ്പുറത്തുനിന്ന് വരുന്നു, അവരുടെ നീലക്കൊടിയായിരിക്കും. വെള്ളക്കൊടി കാണത്തില്ല. വെള്ളക്കൊടി പരാജയം സംബന്ധിക്കുന്ന സമയത്താണ് ഉയർത്തുന്നത്. ഹല്ലേലൂയ. പൊടി ഉയർത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് സിനിമയ്ക്കകത്ത് കാണാം. ആരാണോ തോക്കുന്നത് അവരുടെ കൊടി താഴെയിടുന്നു, ജയിച്ചവർ എന്ന് വെച്ച് ചവിട്ടി തേക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൊടി ഏതാണ്? അവൻ എൻ്റെ കൊടിയാണ്, ജയക്കൊടിയാണ്. അവൻ എൻ്റെ ജയക്കൊടിയാണ്. ഹല്ലേലൂയ. ഈ പട്ടാളം വർഗീസ് ഈ നിലയിലെത്തിയത് എങ്ങനെയാണെന്ന്? അവൻ എൻ്റെ ജയക്കൊടിയായിട്ടാണ്. എൻ്റെ 85-ാമത്തെ വയസ്സിലും അവൻ നിലനിർത്തിയിരിക്കുന്നത്, ഈ ആരോഗ്യത്തോടെ നിലനിർത്തിയിരിക്കുന്നത് അവൻ എൻ്റെ ജയക്കൊടിയാണ്. 10ാം ക്ലാസ് മാത്രം പഠിച്ച, രക്ഷിക്കപ്പെടുന്ന സമയത്ത് നല്ലതുപോലെ ഇംഗ്ലീഷ് പറയാൻ അറിയാൻ വയ്യാത്ത, ഇംഗ്ലീഷ് വാക്കുകൾ അറിയാൻ വയ്യാത്ത PG വർഗീസിനെ സായിപ്പ്മാർക്ക് വേണ്ടി ബൈബിൾ ക്ലാസ് എടുക്കുവാൻ, ഹല്ലേലൂയ, അവിടുത്തെ ബൈബിൾ ക്ലാസ്സിന് ഇത്രയും ടോപ്പിലാണ് വരുന്നത്. അഹങ്കാരം പറയുകയല്ല കേട്ടോ. എനിക്ക് ഇന്നലെ എഴുത്ത് വന്നു,
അയ്യോ വന്ന് പഠിപ്പിക്കണമേ, ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് ടിക്കറ്റ് തരാം, ഒറ്റയ്ക്ക് വരാൻ വയ്യാമെങ്കിൽ ലില്ലി സിസ്റ്ററേയും കൊണ്ട് 2 പേർക്കും ഫസ്റ്റ് ക്ലാസ്സിനകത്ത് ടിക്കറ്റ് തരാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് തരാം. ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എൻ്റെ ദൈവം എൻ്റെ ജയക്കൊടിയായതിനാൽ. നിങ്ങൾ പറഞ്ഞേക്കാം, വർഗീശ്വരരെ ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നടന്നാട്ടെ, എന്നിട്ട് വിശ്വസിച്ചാട്ടെ. ഞാൻ ഈ പറയുന്ന തത്വങ്ങൾ, വേദപുസ്തകത്തിന് ആ തത്വങ്ങൾ വിശദീകരിക്കുന്നത് ഞാൻ പറയുന്നത് കൊണ്ടല്ല. നിങ്ങളിത് പാലിച്ച് നടക്കാമെങ്കിൽ ദൈവം നിൻ്റെ ജയക്കൊടിയായിരിക്കും. എൻ്റെ മകളുടെ കഥ നിങ്ങൾക്കറിയാം അല്ലേ? അവളെ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യാൻ സ്കൂൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചേർക്കത്തില്ല എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതാണ്. പത്താംകോട്ട് മിഷൻ സ്കൂളിലാണ്, കത്തോലിക്കയുടെ മിഷൻ സ്കൂളിനകത്ത് ചേർക്കത്തില്ല. അവൾ മന്ദബുദ്ധിയാണ്, അവൾ മന്ദബുദ്ധിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അവളുടെ പേരെന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അവളുടെ പേര് മാറ്റി. ഹല്ലേലൂയ. ഇന്ന് അവളുടെ പേര് ഡോക്ടർ ആനി വർഗീസ്, ഡയറക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ബെയ്ലർ യൂണിവേഴ്സിറ്റി, ടെക്സസ്. എൻ്റെ ദൈവം മന്ദബുദ്ധിയായവളെ സാവധാനത്തിൽ പെട്ടെന്ന് സംഭവിച്ചല്ല. 12 വർഷം കൊണ്ടാണ് അവൾ, 13 വർഷം കൊണ്ടാണ് അവൾ 12ാം ക്ലാസ് പാസ്സായത്. 12 15 വർഷം കൊണ്ട്. ഹല്ലേലൂയ. സാവധാനത്തിൽ അവളെ ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് അവളുടെ പേര് ഡോക്ടർ. 10-25 സാഹിബ്മാരും മദാമ്മമാരും അവിടെ കീഴിൽ ജോലി ചെയ്യുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? സാവധാനത്തിൽ. ദൈവം പെട്ടെന്ന് ചെയ്യത്തില്ല, മാജിക് ചെയ്യുന്നത് പോലെ നടക്കത്തില്ല. ദൈവത്തിൻ്റെ കൂടെ നീ ചേർന്ന് നടക്കാമെങ്കിൽ അവൻ നിന്നെ ഉയർത്തും, വളർത്തും. നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി പറയുന്നത് കേട്ടാട്ടെ. നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നീയല്ല, നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നിൻ്റെ മനസ്സല്ല, നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നിൻ്റെ പാസ്റ്ററല്ല, നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നിൻ്റെ അപ്പനല്ല, നിൻ്റെ അമ്മയല്ല, നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നിൻ്റെ അധ്യാപകനുമല്ല, നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നിൻ്റെ ശത്രുവല്ല, യഹോവയായ ദൈവം. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. എഴുതുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ആദ്യം അധ്യായം എഴുതണം, പിന്നെ വാക്യം എഴുതണം, പിന്നെ പുസ്തകത്തിൻ്റെ പേര് എഴുതണം. 29:11 യിരെമ്യാവ്. ഹല്ലേലൂയ. ഇതാ കേട്ടാട്ടെ. 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയും. ദൈവം പറയുകയാണ്. നീയല്ല നിശ്ചയിക്കുന്നതാണ്. ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. നിൻ്റെ മനസ്സിലില്ലാത്തതുപോലും നിന്നെപ്പറ്റി മനസ്സിലുണ്ട്. ഞാൻ സുവിശേഷകളെ കഴിഞ്ഞപ്പോൾ കൺവെൻഷന് പ്രസംഗിക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല. ഒരു സഭ സ്ഥാപിക്കുമെന്ന് വിചാരിച്ചോ? ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമെന്ന് വിചാരിച്ചോ? അമേരിക്ക പോകുമെന്ന് വിചാരിച്ചോ? അമേരിക്ക പോയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമില്ലാതിരുന്നില്ല. എങ്കിലും വിചാരിച്ചോ എങ്ങനെ പോയിട്ട് ഇനി വരാം, ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ കൊണ്ടുപോയെന്ന് വരാം, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ആദ്യത്തെ അമേരിക്ക ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തേതെന്നറിയാം, ജോണോസിൻ്റെ സഭയിൽ പ്രസംഗിച്ചത് ഞാനായിരുന്നു. ആദ്യം ജോണോസിൻ്റെ സഭയിൽ പ്രസംഗിക്കുന്ന ഇന്ത്യക്കാരൻ ഞാനായിരുന്നു. എന്താണ് എൻ്റെ യോഗ്യത? അവൻ എൻ്റെ മേലൊരു കൊടി പിടിച്ചിരുന്നു. ആ കൊടി സ്നേഹമായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന നിൻ്റെ പാസ്റ്ററല്ല, നിൻ്റെ ശത്രുവല്ല, നിൻ്റെ അയൽക്കാരനല്ല, നിൻ്റെ ആരുമല്ല, നിൻ്റെ പാസ്റ്ററുമല്ല, നിൻ്റെ അധ്യാപകനുമല്ല കേട്ടോ, യഹോവ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനൊരു പദ്ധതിയുണ്ട്, പക്ഷെ നീ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. മനസ്സിലായോ? ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, നീ അത് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ഡെവലപ്പ് ചെയ്ത് ഹല്ലേലൂയ, അതിന് ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുവാൻ. 5ാമത്തെ കാര്യം, ദൈവം എൻ്റെ സമാധാനമാണ്. ഹല്ലേലൂയ. എവിടെ പറയുന്നു? ന്യായാധിപന്മാരുടെ പുസ്തകം. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകം. അവനൊരു ഒരു യാഗപീഠം പണിതിട്ട് അതിന് യഹോവ ശാലോം എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ സമാധാനം. എൻ്റെ ദൈവം ആരാണ്? അവൻ എൻ്റെ സമാധാനമാണ്. എനിക്ക് സമാധാനം തന്നിരിക്കുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നു. ഏതെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പകലൊക്കെ പ്രശ്നങ്ങൾ കാണും, പക്ഷേ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കൃപയാണ്. എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല, പക്ഷേ എനിക്ക് ദൈവം തന്നിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തലയ്ക്കകത്ത് ഒന്ന് ഊരിയെടുത്ത്. ഒരാളിനെ പറ്റി ഞാനിങ്ങനെ വായിച്ചു. അയാൾ കിടക്കമുറിയിലോട്ട് കയറിപ്പോകുന്നേരം ഇതെല്ലാം ഇങ്ങനെ പെറുക്കി അവിടെ ഇട്ടിട്ട് പോകും. നീ അത് ചെയ്യണം. നിൻ്റെ വറിയുമായിട്ട് നീ കിടക്കയിലേക്ക് പോകരുത്. ദൈവത്തോട് പ്രവർത്തിച്ചാൽ ദൈവം സാധിക്കും. നീ ഒരു യാഗപീഠം പണിയണം, അതിന് സമാധാനം എന്ന് പേരിടണം. ഏതാണ് യാഗപീഠം? ഏതെങ്കിലും പീഠം പണിയണമെന്നല്ല പറഞ്ഞത്, നിൻ്റെ ആരാധന. അവിടെ പറയണം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ നിൻ്റെ മുമ്പാകെ വഹിക്കുന്നു, ഇനി പ്രശ്നം ഇനി ഞാൻ വഹിക്കത്തില്ല, നീ വഹിച്ചാൽ മതി. എന്തിനാണ് നമ്മൾ 2 പേരും കൂടെ വഹിക്കുന്നത്? ഞാനും നീയും കൂടെ എന്തിനു വഹിക്കണം? അതുകൊണ്ട് സമാധാനത്തോടെ തുടങ്ങണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. യേശു പറഞ്ഞാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, എൻ്റെ സമാധാനം, യേശുവിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. കലങ്ങിയെന്ന് വരും, ഭ്രമിച്ചെന്ന് വരും, പക്ഷെ
ഭ്രമിക്കരുത്. കർത്താവ് പറയുകയാണ്, അവൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. വീടിനെ പറ്റിയുള്ള ചിന്ത, നിങ്ങളുടെ മകൻ്റെ വിസയെ പറ്റിയുള്ള ചിന്ത, ജോലി പോയതിനെ പറ്റിയുള്ള ചിന്ത, ഇപ്പോഴത്തെ പ്രശ്നമെല്ലാം ഗ്യാസ് കിട്ടാത്തതല്ലയോ, അതിൻ്റെ എല്ലാം ചിന്ത ദൈവത്തിൻ്റെ കാര്യത്തിൽ വയ്ക്കാമെങ്കിൽ ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചു തരും. ഹല്ലേലൂയ. എൻ്റെ പപ്പ രക്ഷിക്കപ്പെട്ടു, കാശ്മീരിൽ വന്നു, എൻ്റെ കൂടെ താമസിക്കാനായിട്ട് വന്നു, കാശ്മീർ കാണാൻ വന്നതാണ്. അവിടുന്ന് തിരിച്ചു രക്ഷിക്കപ്പെട്ടു. ഒരു ദിവസം രാവിലെ ഞാനും ഈപ്പച്ചനെല്ലാം കൂടെ താഴെ കിടന്നുറങ്ങിയാണ്. ന്യൂസ് പേപ്പർ വിരിച്ച് വെച്ച് കിടക്കണം. ഈപ്പച്ചനൊക്കെ ചോദിച്ചാൽ മതി. അവിടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കിടക്കുകയാണ്. ഒരു വലിയ അത്ഭുതം ഉണ്ടായി. പപ്പ അവിടെ വന്നു, മുട്ടുകുത്തി. ഞാൻ കിടക്കുന്നിടത്ത് മുട്ടുകുത്തി. എൻ്റെ ഇടത്തുവശത്തെ തുടയെ വലത് കൈ കൊണ്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിൻ്റെ ദൈവം എൻ്റെയും ദൈവം. എൻ്റെ അമ്മച്ചിയും പപ്പായും രക്ഷിക്കപ്പെട്ട് തിരികെ പോയി. പപ്പ ചെന്ന് കഴിഞ്ഞപ്പം വീട്ടിൽ വേണം. ഞാൻ അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി. എനിക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ നാട്ടിൽ ചെല്ലുമ്പം എനിക്കെന്നും മീറ്റിങ്ങാണ്. ചിലപ്പോൾ രാവിലെ ഒരിടത്ത് കാണും, വൈകിട്ട് ഒരിടത്ത് കാണും, രാവിലെ ഒരിടത്ത് കാണും, വൈകിട്ടൊരു കാണും. എനിക്ക് വീട്ടിൽ പോയിട്ട് നല്ലപോലെ ഉറങ്ങണമെന്നുണ്ട്. അത് ഞങ്ങളുടെ അവിടെ നടന്നു വേണം പോകാൻ. അപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രൊജക്ടറുണ്ട്, മെസ്സഞ്ചറിൻ്റെ ഒരു കെട്ടുണ്ട്, എൻ്റെ സൂട്ട് കേസുണ്ട്. ഇത് 3 കെട്ടും കൊണ്ട് ഞാൻ നടക്കുകയാണ്. ഞാൻ വളരെ കഷ്ടിച്ച് വിഷമിച്ചാണ് നടക്കുന്നത്. എങ്ങനെയായാലും വീട്ടിൽ ചെന്ന് കയറി കഴിയുമ്പോൾ ഞാൻ ഒന്ന് കടന്ന് ഉറങ്ങിയാൽ കൊള്ളാവുന്നതാണ്. എനിക്കറിയാം ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. കാരണം പപ്പ ഉറങ്ങത്തില്ല. രാത്രി 10 മണിയാകുമ്പോഴും പപ്പ നേരത്തെ കിടക്കും. കടന്നു കഴിയുമ്പോൾ 10 മണിയാകുമ്പോഴും വിളിക്കും, അമ്മു. അമ്മച്ചിയുടെ പേര് അമ്മു എന്നാണ്. അമ്മു, എന്തോ എടീ പട്ടിയെ അഴിച്ചു വിട്ടോ. കുറച്ച് കഴിയുമ്പോൾ അമ്മു, എന്തോ എടീ റബ്ബർ ഷീറ്റിട്ട് വെച്ചിരിക്കുന്ന മുറിയൊക്കെ അടച്ചു. അമ്മു, എടീ രൂപ വെച്ചിരിക്കുന്ന അലമാരി ചുവന് പൂട്ടിയോ, താക്കോൽ എന്തിയെ. ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. രാവിലെ ആകുമ്പോൾ പപ്പ എഴുന്നേൽക്കുകയും ചെയ്യും. ഞാൻ വെച്ച് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. ഞാൻ 9 മണിയാകുമ്പോൾ കിടന്നു. ഞങ്ങളുടെ സിറ്റിംഗ് റൂമിൽ 2 ഫാനുണ്ട്. ആ ഫാനിൻ്റെ കീഴിൽ കിടക്കുന്നതാണ്. എനിക്ക് താഴെ കിടക്കുന്ന അന്നത്തെ കാലത്ത് സ്റ്റെപ്പ് കട്ടിലാണ്. പ്രായമൊക്കെ ആയില്ലയോ, അതുകൊണ്ട് ഞാനവിടെ താഴെ കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് ഉറക്കത്തില്ല. പപ്പ 9 മണിയായപ്പോൾ അമ്മച്ചിയെ വിളിച്ച് പറയുക, അമ്മു ചോറ് ഇതാ, ഉറക്കം വരുന്നു. ഞാൻ വെച്ചത് എന്തുവാ, ഇത് വലിയ രസമാണല്ലോ. പപ്പ കിടന്നുറങ്ങി. രാത്രി ശബ്ദം ഉണ്ടായില്ല. രാവിലെ 6 മണിക്ക് അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ടു. ഞാൻ നോക്കിയപ്പോഴാണ് അമ്മച്ചി അടുക്കളയിൽ ചെന്ന് കാപ്പി ഇടുക. ഞാൻ നോക്കിയപ്പോഴാണ് ചെന്ന് പപ്പയുടെ മുറി ഇങ്ങനെ തുറന്ന് കിടക്കമുറി. ഞാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പപ്പ ഉറക്കമാണ്. പപ്പായ്ക്ക് വെപ്പുവല്ലാണ്. അതിങ്ങനെ അടുത്തൊരു ഗ്ലാസ്സിനകത്ത് ഇട്ടിരിക്കുക. പപ്പ കിടന്ന് ഉറങ്ങുക. ഞാൻ വിളിച്ച, പപ്പ മണി 6 നേരത്തെ ഉണങ്ങുന്നത്. പപ്പ എന്താ എൻ്റെ പറഞ്ഞു, മോനിങ്ങി വാ, എൻ്റെ അടുക്കലിരിക്കുക. എന്നെ കട്ടിലിരുത്തിക്കൊണ്ട് കാര്യം പറഞ്ഞു. എടാ, നീ യേശുവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തി. അന്ന് മുതൽ ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നു. എൻ്റെ ദൈവം ആരാണ്? അവൻ ഉറക്കം തരുന്നു, ഉറക്കത്തിൽ തരുന്നു. ഞാൻ 1983 എൻ്റെ ആദ്യത്തെ വിദേശയാത്ര സിംഗപ്പൂരും മലേഷ്യയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്കൊരു ക്ഷണം കിട്ടി. ഞാൻ ആദ്യം പോയത് കുവൈറ്റ്, അവിടുന്ന് ബഹ്റൈനിൽ വന്നു. അവിടെ 14 ദിവസത്തെ മീറ്റിംഗ് നടത്തും. ആരാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്? CM ജോയ്, അതോ PM ജോയ് ആണോ? അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്റർ, ആലഞ്ചേരിക്കാരനാണ്. അദ്ദേഹം മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തു. ഞാൻ പ്രസംഗിച്ചു. ഒരു ഉണർവ് തന്നെ സഭകളിലുണ്ടായി. കുവൈറ്റിലൊക്കെ മാനസാന്തരത്തിൻ്റെ, ഇവിടെ രോഗശാന്തിയുടെയും അത്ഭുതത്തിൻ്റെയും ഒക്കെ. മറ്റേത് മർത്തോമക്കാരുടെയും CSIക്കാരുടെയും യാക്കോബക്കാരുടെയും ഇവാഞ്ചലിക്കലുകാരുടെയായിരുന്നു. ഇവിടെ പെന്തിക്കോസ് സഭകളിലാണ്. അപ്പോൾ സഭകളിലെല്ലാം ഒരു ഉണർവ്, രോഗശാന്തിയുടെ ബഹളമായിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു എഴുത്ത് കിട്ടി ബഹ്റൈനിൽ നിന്ന്, ഒരു സ്ത്രീയുടെ. ഞാനും എൻ്റെ 6 വയസ്സുള്ള മോളുമായിട്ട് വരികയാണ്. ബാംഗ്ലൂരിലാണ് ഞങ്ങളുടെ താമസം, വീടുമല്ല, മലയാളിയാണ്. പറഞ്ഞു, ഞങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് 2 ദിവസം ബ്രദറിൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, ഒക്കുമോ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, വന്നാട്ടെ, ഡേറ്റൊക്കെ പറഞ്ഞതുകൊണ്ട്. അവർ വന്നു. ഞാൻ അവർക്ക് വേണ്ടി YMCAയിൽ മുറി ബുക്ക് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, YMCA ഇല്ലില്ല, ബ്രദറിൻ്റെ കൂടെ. അയ്യോ, എൻ്റെ വീട്ടിലോ? ഞാൻ താമസിക്കുന്നത് D174, വീട്ടുപേര് നമ്പർ വരെ ഓർമ്മയുണ്ട്, സാക്കേത്തിൽ D174. ഒരു വീട്ടിൽ ഒരൊറ്റ കിടക്കമുറിയും ഒരു സിറ്റിംഗ് റൂമും. ആ സിറ്റിംഗ് റൂം എൻ്റെ ഓഫീസാണ്. ഒരു കിടക്കമുറിയേ ഉള്ളൂ, വേറെ മുറിയില്ല. ഞാൻ പറഞ്ഞു, അവർ വന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ താമസിക്കുന്നത്, ഞങ്ങളെല്ലാവരും ചൂട് കാരണം മുറ്റത്താണ് കിടക്കുന്നത്. ദൈവം സാക്ഷി, ചോദിക്കാം അവരുടെ കേട്ടോ. ആരൊക്കെ ഉണ്ട്? AT ജോസ് ഉണ്ട് തിരുവല്ലായിൽ. എവിടെയാണ് AT ജോസ് താമസിക്കുന്നത്? ഹല്ലേലൂയ. രാജു പൂവക്കാലയുടെ അസോസിയേറ്റ് പാസ്റ്ററാണ് AT ജോസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസി. അവരെല്ലാവർക്കും വേറെ മുറി വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ മുറ്റത്താണ് കിടക്കുന്നത്. അതിനെ ചുറ്റും ഒരു മതിലൊക്കെ ഉണ്ട്.
എങ്കിൽ പുറകുവശത്ത് അവിടെയാണ് കിടക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരു തോമസ് മാത്യു തന്ന സൗദി അറേബ്യക്കാരൻ തന്നൊരു വലിയ പുൽപ്പായുണ്ട്. അന്നത്തെ കാലത്ത് ഗൾഫുകാർ കൊണ്ടുവരുന്ന ഒരു വലിയ പുൽപ്പായാണ്, നീളമുള്ള വീതിയുള്ള ഡബിൾ പുൽപ്പ. അതിനകത്ത് വിരിച്ച് കിടക്കുകയാണ്. ലില്ലി, ഇളയ കൊച്ചുങ്ങൾ, ബാക്കി 4 പേര്, 5 മക്കളാണ്. അവർ കിടക്കുന്നു. അപ്പുറത്ത് 2 സഹോദരിമാർ കിടക്കുന്നു. ഡോറയും വേറൊരു സഹോദരിയും തിരുവനന്തപുരത്തുകാരാണ്. ഇവിടെ ഞാൻ കിടക്കുന്നു. തലേണയില്ല, കയ്യേല തലേണ. ഒരു മുറിക്കകത്ത് ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞു ഇവിടെ കിടക്കും. അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളോട് അങ്ങനെ കിടക്കും. ബ്രദറിൻ്റെ കൂടെ താമസിക്കാൻ പോവാ. ഞങ്ങളുടെ വീട്ടിൽ ഡൈനിങ് ടേബിളില്ല. ഒരു കൊച്ചു മേശയുണ്ട്. ആ മേശയ്ക്ക് ചോറ് കൊണ്ടുവെക്കും. എല്ലാവരും ആഹാരം പ്ലേറ്റിനകത്തെടുത്ത് മടി വെച്ചുകൊണ്ട് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ താമസിക്കുന്നത്. അവർ നിർബന്ധം പിടിച്ചു. ഞാൻ സമ്മതിച്ചു. അവരവിടെ കിടന്നു. ഞങ്ങളോട് കിടന്നു. ഒരു ദിവസം, അടുത്ത ദിവസം അവർ ഡൽഹിയൊക്കെ കാണാനൊക്കെ ആയിട്ട് പോയി. 2ാമത്തെ ദിവസം അവർ ആഗ്ര കാണാൻ പോയി. 3ാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റു. ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ബ്രദറിൻ്റെ പേര് പാണയം ജോസ് എന്നാണ്. പാണയത്തുണ്ട് അദ്ദേഹം. പാണയം ജോസ് രാവിലെ 4 മണിയാകുമ്പോൾ അവർ എയർപോർട്ടിൽ പോകണം. 5 മണിയാകുമ്പോൾ പോകണം. 4 മണിയായപ്പോൾ എഴുന്നേറ്റു. ഒരു ബാത്റൂമാണ്. അവർ പോയി കുളിച്ചു. എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. മുറിക്കകത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. വരാന്ത നിന്നുകൊണ്ട് സിറ്റിംഗ് റൂമിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരെൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ലിലിയ മമ്മ ഇങ്ങോട്ട് വന്നേ കിടക്കമുറിയിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അമ്മാമ്മേ, ഞാൻ പണക്കാരിയാണ്. ഞാനൊരു കമ്പനിയുടെ മാനേജറാണ്. എൻ്റെ ഭർത്താവ് ഒരു കമ്പനിയുടെ മാനേജറാണ്. ഞങ്ങൾക്ക് നീലഗിരിയിൽ തോട്ടമുണ്ട്. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ വീടുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ വീടുണ്ട്. എനിക്കുള്ള സ്വത്ത് മുഴുവൻ അമ്മാമ്മയ്ക്ക് വെച്ചു മാറാൻ തയ്യാറാണ്. അമ്മാമ്മ അനുഭവിക്കുന്ന സമാധാനം ഒരു ദിവസത്തേക്ക് തരാമെങ്കിൽ. അവരെന്തുവാ കണ്ടേ? ഒരു കുളിമുറി, ഒരു കിടക്കമുറി, മുറ്റത്ത് കിടന്നുറങ്ങുന്നു, തലേണയില്ല, ആഹാരമെടുത്ത് മടി വെച്ച് കഴിക്കുന്നു. എന്താണ് അവർ കണ്ടത്? സമാധാനം. നിങ്ങൾ പാവപ്പെട്ടവരായിരിക്കാം, പണക്കാരായിരിക്കാം, നിങ്ങളാരോ ആയിക്കൊള്ളട്ടെ, നിൻ്റെ സമാധാനം മറ്റുള്ളവർ കാണണം. വീട്ടിലുണ്ടാകുന്ന വഴക്കല്ല. എൻ്റെ ഹൃദയം ദൈവം സമാധാനം തരുന്നവനാണ്. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് സമാധാനം തരുന്നവനാണ്. ഇല്ലായ്മയിലും സമാധാനം തരുന്നവനാണ്. രോഗത്തിലും സമാധാനം തരുന്നവനാണ്. മരണത്തിൻ്റെ സമയത്തും സമാധാനം തരുന്നവനാണ്. 6ാമത്തെ കാര്യം, അവൻ സഹായിക്കുന്നവനാണ്. സങ്കീർത്തനം 46:1. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അവൻ സഹായിക്കുന്നവനാണ്. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണ. ദൂരെ നിന്നുകൊണ്ട് സഹായിക്കുകയല്ല, അടുത്ത് വരുന്ന. ഹല്ലേലൂയ. ഹല്ലേലൂയ. 26-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്തൊരു ഉദാഹരണം കാണാം. ഇസ്ഹാക്ക് അന്യനാട്ടിലാണ്, മരുഭൂമിയിലാണ്. അവൻ്റെ സ്വന്തം നാടല്ല, എങ്ങാണ്ടാണ്. അവിടെ അവൻ ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം അതികഠിനമായി. ക്ഷാമം അതികഠിനമാവെന്ന് പറഞ്ഞാൽ 1 വർഷം മഴയില്ല, സാധനങ്ങളൊക്കെ കിട്ടാൻ പ്രയാസം. 2ാമത്തെ വർഷം സാധനം ഒട്ടും കിട്ടുന്നില്ല. 3ാമത്തെ വർഷമേ ഇല്ല, സാധനമേ ഇല്ല. 4ാമത്തെ വർഷം അതികഠിനമാകും. അന്നേരമാണ് പിള്ളേരെയൊക്കെ, സ്വന്തം പിള്ളേരെ വരെ വേവിച്ചതിനെ, അയലത്തുകാരൻ്റെ പിള്ളേരെയും മോഷ്ടിച്ചതിന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ കാലത്ത് ഇസ്ഹാക്ക് എന്ത് ചെയ്തു? അവൻ ആരാണ്? സമാധാനപുത്രനാണ്. അബ്രഹാമിൻ്റെ മകനാണ്. അബ്രഹാം പഠിപ്പിച്ച വിശ്വാസം കയ്യിലുണ്ട്. അവൻ എന്ത് ചെയ്തു? ക്ഷാമം അതികഠിനമായിരിക്കുമ്പോൾ, മഴയില്ലാത്ത കാലത്ത് അവൻ വിത്ത് വിതച്ചു. എവിടെ? മരുഭൂമിയിൽ. ആരെങ്കിലും വിത്ത് വിതയ്ക്കുമോ? ഇല്ല. മഴ കാണുമ്പോഴേ, മഴക്കാറ് കാണുമ്പോഴേ ഉള്ളൂ. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ പോയി പ്രസംഗിക്കുകയാണ്. എല്ലാവരും സിഖുകാരാണ്, പഞ്ചാബികൾ സർദാർജിമാരാണ്, തലക്കെട്ടുകാരാണ്. അവരുടെ മധ്യത്തിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുകയാണ്. ആദ്യത്തെ മീറ്റിംഗാണ് അവിടുത്തെ. ഞാനവിടെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ മഴ വന്നു. ഞാൻ മഴയങ്ങ് ശ്വാസിച്ചു. യേശുവിൻ്റെ ചെന്നപ്പോഴേ മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴത്തേക്ക് മഴ പെയ്തു പറഞ്ഞു, മഴ പെയ്യാൻ പാടില്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ട് നാളെ പെയ്യാവും. യേശുവിൻ്റെ നാമത്തിൽ മഴ പെയ്യരുത്, നിർത്തിയാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മീറ്റിംഗ് മഴ പെയ്തില്ല, മഴക്കാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മഴ തീർന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമമുഖ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉപദേശി പാദ്രി സാബ്, നിങ്ങൾ മഴ നിർത്തി മഴ വരുത്തിയിട്ട് പോകണം. കാരണം ഞങ്ങൾ അമോണിയ വാരി വിതറിയിരിക്കുക നിലത്തിൽ. മഴ പെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിഭൂമി നെല്ലെല്ലാം ഉണങ്ങിപ്പോവും. ഗോതമ്പെല്ലാം നെല്ലാണ്, ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് മഴ വരുത്തിയിട്ടേ പോകാവൂ. ഞാൻ അവരുടെ വിശ്വാസം കണ്ടു. ഹല്ലേലൂയ. അതുപോലെ ഇസ്ഹാക്കും അവൻ വിതച്ചു. മഴയില്ലാത്ത കാലത്ത്, മഴക്കാറില്ലാത്ത കാലത്ത് നീ വിതയ്ക്കണം.
അവൻ നിന്നെ സഹായിക്കും. എന്താണ് വധിക്കേണ്ടത്? വിത്ത് എന്താണ്? ഈ വേദത്വത്തിനകത്തെ വാക്യമാണ്. അടുത്ത് നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, നിൻ്റെ ബലത്തിന് വേണ്ടി, നിൻ്റെ പ്രോസ്പെറിറ്റിക്ക് വേണ്ടി, നിൻ്റെ ബുദ്ധിക്ക് വേണ്ടി, നിൻ്റെ കഴിവിന് വേണ്ടി, നിൻ്റെ സഭ വലുതാകുന്നതിന് വേണ്ടി, നിൻ്റെ ബിസിനസ് വലുതാകുന്നതിന് വേണ്ടി, സകല കാര്യത്തിലും നിൻ്റെ സമാധാനത്തിന് വേണ്ടി, നിൻ്റെ വീട്ടിലെ കുടുംബ വഴക്ക് മാറുന്നതിന് വേണ്ടി, എല്ലാ കാര്യത്തിനും വേണ്ടി നീ പറയണം. അവൻ അടുത്ത സഹായകനാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തരുന്നവനാണ്. ഏഴാമത്തെ കാര്യം, അവൻ നിൻ്റെ പ്രൊട്ടക്ടറാണ്. അവൻ നിന്നെ കരുതുന്നവനാണ്. സങ്കീർത്തനം 121:5. സങ്കീർത്തനം 121. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലഭാഗത്ത് നിനക്ക് തണൽ. ഹല്ലേലൂയ. ഈ ദൈവം വലത്ത് കൈ എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ രണ്ട് കൈയും ഒരുപോലാണ് അല്ലേ? പക്ഷേ എങ്കിലും വലത്ത് കൈ എന്ന് പറയുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട്, പ്രത്യേകിച്ച് യൂതന്മാർക്ക്. അവൻ നിൻ്റെ വലത്ത് ഭാഗത്ത്. ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ, എപ്പോഴുമില്ല, ചിലപ്പോൾ പ്രസംഗിക്കുമ്പം എൻ്റെ ദൈവം എൻ്റെ വലത്ത് വശത്തേക്ക് കാണാം. ദൈവത്തിൻ്റെ രൂപമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വലത്തുവശത്ത് ഒരാൾ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാം. ഞാൻ നടക്കുമ്പം ചിലപ്പോഴൊക്കെ അനുഭവിച്ചു, അയ്യോ ഞാൻ നിങ്ങളെക്കാൾ വലിയവനാണെന്നൊന്നും പറയുകയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ എന്നോട് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. പക്ഷേ ഇത് വിശ്വസിക്കണം, അവൻ നിൻ്റെ വലത്തുവശത്ത്. നീ നടക്കുന്ന സമയത്ത് നിൻ്റെ കൂടെ ആരെങ്കിലും നടക്കുന്നെന്ന് തോന്നിയാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിശാചൊന്നും അല്ല. ദൈവം നിൻ്റെ അടുക്കലെങ്ങും വരത്തില്ലെന്ന് പിശാച്. ഇല്ല, വരത്തില്ല. നിൻ്റെ വീടിനോട് അടുക്കത്തില്ല. ഹല്ലേലൂയ. നിൻ്റെ കൂടാരത്തോട് അടുക്കത്തില്ല കേട്ടോ. അതൊക്കെ ദൂരെ നിൽക്കത്തേ ഉള്ളൂ, വളരെ ദൂരെ. നീ നടന്നു പോകുമ്പോൾ അതെല്ലാം ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം. യഹോവ നിൻ്റെ പരിപാലകൻ, അവൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. യഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണലായിട്ടുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണലായിട്ട് വലിയൊരു വടവൃക്ഷമായിട്ട് നിൻ്റെ ചുറ്റുമുണ്ടായിരിക്കും. നീ അത് കാണുന്നില്ലായിരിക്കും. കാണാൻ കഴിയാത്തവനാണ് അവന്. പക്ഷേ കാണുന്നതും കാണാൻ കഴിയാത്തതുമായ അപകടങ്ങളിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുകയാണ്. അവനൊരു പരിചയമാണ് നിനക്ക്. അവൻ നിനക്ക് ചുറ്റും, നിൻ്റെ വീടിന് ചുറ്റും ഒരു തീമതിലാണ്. എട്ടാമത്തെ കാര്യം, അവൻ നിന്നെ വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 18:2. ഹല്ലേലൂയ. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ. എത്ര കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. എൻ്റെ ദൈവം ആരാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്നെ വിടുവിക്കുന്നതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്തുവാ പേടിക്കേണ്ട ആവശ്യം? ഹല്ലേലൂയ. പോലീസിൻ്റെ കയ്യിൽ നിന്ന് കേസ് വരും, ആ കേസിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു വക്കീൽ എൻ്റെയൊക്കെ പറഞ്ഞു, വലിയ വക്കീലാണ് അദ്ദേഹം, എൻ്റെയൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് വാദിച്ചു കഴിഞ്ഞും വെച്ച് ജഡ്ജിയും ഈ വക്കീലും കൂടെ ചേംബറിലിരുന്നു. ജഡ്ജിക്കൊരു പ്രത്യേകിച്ചൊരു മുറിയുണ്ട്. അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജി അറിയാതെ ഇയാൾക്കറിയാൻ വയ്യായിരുന്നൊരു പോയിന്റ് പറഞ്ഞു കൊടുത്തു. അറിഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തതല്ല. ദൈവം നിന്നെ സഹായിക്കാൻ നിൻ്റെ കൂടെയുണ്ട്. അവൻ നിൻ്റെ പ്രൊട്ടക്ടറാണ്. നീ കാണുന്നില്ലായിരിക്കും, അവൻ നിന്നെ വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ. നിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. നിൻ്റെ ഭയത്തിൽ നിന്ന് വിടുവിക്കും. നിൻ്റെ ദുസ്വഭാവങ്ങളിൽ നിന്ന് അവനെ വിടുവിക്കും. നിൻ്റെ പൈശാചിക ശക്തികളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. സാവധാനത്തിലായിരിക്കാം. ഞാൻ ഇന്ന് രാവിലെ ഒരു ഹിന്ദിക്കാരോട് ഞാൻ ക്ലാസ് എടുക്കുവാൻ പറഞ്ഞു. ഞാൻ വലിയ മുൻകോപിയായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വലിയ മുൻകോപിയായിരുന്നു. പട്ടാളത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം, ജന്മനാ കിട്ടിയതായിരിക്കാം. ഞാൻ മുൻകോപിയായിരുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് 98% എനിക്ക് വിടുതൽ കിട്ടി. നിനക്കും വിടുതൽ തരുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം, വിടുവിക്കുന്നവനായ ദൈവം. 9, അവൻ ശക്തീകരിക്കുന്നവനാണ്. ഈ ദൈവം, നിൻ്റെ ദൈവം, എൻ്റെ ദൈവം. ഫിലിപ്പിയർ 4:13 എന്താണ് പറയുന്നത്? ഐ ക്യാൻ ഡു ആൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ശക്തനാക്കുന്നവൻ മാത്രമല്ല, ശക്തനാക്കുന്ന, ഒന്ന് വായിക്കാം. ഐ ക്യാൻ ഡു ആൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം. എപ്പോഴാണ് എനിക്ക് ശക്തിയുടെ ആവശ്യം വരുന്നത്? ഞാൻ ബലഹീനനായിരിക്കുന്ന സമയത്ത് അവൻ ബലം തരും. ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ അവൻ എനിക്ക് ബലം തരും. ഞാൻ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ശരീരത്തിനകത്ത് വേദപുസ്തകം തെളിവ് തരാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് തെളിവ് വരാം. ഞാൻ ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം, ആ സമയത്ത് എനിക്ക് ബലം തരും. ഭയപ്പെടുന്ന സമയത്തായിരിക്കാം. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു കൺവെൻഷൻ, ഒരു വലിയ മീറ്റിങ്ങിന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. മർത്തോമക്കാർ, യാക്കോബക്കാർ, CSIക്കാർ, പെന്തിക്കോസ്തുകാർ എല്ലാവരും വന്നിരിക്കുകയാണ്. ആ ഹാള് വലിയൊരു ഹാളാണ്. ആ ഹാള് നിറഞ്ഞിരിക്കുകയാണ്. തിരുവല്ലായ്ക്കടുത്ത് നേരണത്താണ്. വലിയൊരു ഹാള് നിറഞ്ഞിരിക്കുകയാണ്. ഞാനങ്ങ് പേടിച്ചു പോയി.
ഞാൻ പ്രസംഗിച്ച ലുക്കോ ഇവിടെ വലിയ കേരളം എന്ന് പറയുന്നത് വലിയ പ്രസംഗം. അന്ന് ഞാൻ ചെറുപ്പക്കാരനാണ്, 1984 1984 അന്ന് എനിക്ക് എത്ര വയസ്സുണ്ട്? 42 വയസ്സ്. ഞാനങ്ങ് പേടിച്ചു. എൻ്റെ ദൈവമേ, എനിക്കിറങ്ങി ഓടാൻ ആഗ്രഹം. സത്യം പറയണം, ഇറങ്ങി ഓടാൻ. ഞാൻ നോക്കി അവിടെ ആളുകൾ, ഇവിടെ ആളുകൾ, കഥവിൻ്റെ അവിടെ, ജനലിൻ്റെ അവിടെ. എനിക്ക് ഇറങ്ങി ഓടിപ്പോകാൻ നിവൃത്തിയില്ലാതായിപ്പോയി. ഞാൻ പ്രസംഗിച്ചു. എൻ്റെ ഏറ്റവും നല്ല പ്രസംഗങ്ങളിലൊന്നായിരുന്നു അതാ. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എൻ്റെ കോന്നുമ്മച്ച് പറഞ്ഞു, എനിക്ക് ആ സഹോദരി ഓർമ്മയുണ്ട്. എൻ്റെ കോന്നുമ്മച്ച് പറഞ്ഞു, ഇത് തന്നെ വേറെ ഒരിടത്തോടൊന്ന് പ്രസംഗിക്കണം, എനിക്ക് ഒരിക്കലൂടെ പ്രസംഗിക്കാൻ കേൾക്കാനൊരാഗ്രഹം. ഹല്ലേലൂയ. നിന്നെ ശക്തീകരിക്കുന്നവനായ ദൈവം, നിൻ്റെ ദുസ്വഭാവങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. നിനക്ക് ബലഹീനതയിൽ ബലം തരുന്നവനായ ദൈവം, നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ബലം തരുന്നവനായ ദൈവം. 10ാമത്തെ കാര്യം, അത്ഭുതം പ്രവർത്തിക്കുന്നവനായ ദൈവം. എബ്രായർ 13:8 അവിടെ പറയാണ്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഹീസ് ദ സെയിം. എന്താണോ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തു ചെയ്തത് അവൻ ഇന്നും ചെയ്യും. എന്താണോ യേശുക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവൻ ഇന്നും ചെയ്യും. എന്താണോ യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ചെയ്ത് അവനും ചെയ്യും. എന്താണോ യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവൻ ഇന്നും ചെയ്യും. എന്താണോ യേശുക്രിസ്തു അപ്പോസ്തല പ്രവൃത്തി ചെയ്ത് അവൻ ഇന്നും ചെയ്യും. ഹല്ലേലൂയ. അവൻ വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാക്കും. എനിക്കിഷ്ടപ്പെട്ടുള്ള ഞാൻ ഒരു മുദ്രാവാക്യം എവിടെയെങ്കിലും കേട്ടതാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഹി വിൽ മേക്ക് എ വേ വേർ ദെയർ ഈസ് നോ വേ. ഒരു പാട്ടുമുണ്ട്, പക്ഷേ അതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയതാണ്. പട്ടാളത്തിൽ നിന്ന് അങ്ങോട്ട് കിട്ടിയതൊരിതാണ്. പട്ടാളത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളല്ല, ഈ ഫൈറ്റിംഗ് ട്രൂപ്സ്. ഞാൻ സ്റ്റോറിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ അതല്ല, ഫൈറ്റിംഗ് ട്രൂപ്സ്. വി വിൽ മേക്ക് എ വേ വേർ ദെയർ ഈസ് നോ വേ. ഹല്ലേലൂയ. വഴി ഉണ്ടാക്കാൻ കാത്തിരിക്കത്തില്ല, വഴി ഉണ്ടാക്കും. വഴി വെട്ടി വന്ന് അടുത്തോളം നടക്കും. ഞാൻ കട്ടറായി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുത്തരും ജമ്മു കാശ്മീരിൽ അന്ന് വരെ ഒരു സഭ സ്ഥാപിച്ചിട്ട് അടുത്തൊരു സഭ സ്ഥാപിച്ചിട്ടില്ല, ആരും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പഠിപ്പിച്ചു, അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് അങ്ങനെ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ബാക്കിയുള്ളവർ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാക്കി. വേറെ ആരും 10 പുസ്തകം എഴുതിയിട്ടില്ലായിരുന്നു. ഞാൻ 10 അല്ല, അതിൽ കൂടുതൽ എഴുതി. 92 പുസ്തകങ്ങളായി. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾക്കൊരു വലിയ വിശ്വാസം ഉണ്ടാകട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരും. വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാകും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നത്തേക്കും അപ്പോസ്തല പ്രവൃത്തി ചെയ്ത് എനിക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. കോളേജിൽ പോയിട്ടില്ല, നിനക്ക് കോളേജിൽ അഡ്മിഷൻ വേണമായിരിക്കും, കോളേജിൽ പഠിക്കണമായിരിക്കും. എൻ്റെ കർത്താവ് അതിന് ഫീസ് പോലും നിവർത്തിയില്ലായിരിക്കാം, എൻ്റെ ദൈവത്തിന് തരുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എറണാകുളത്തുള്ള ഒരു പെൺകുട്ടി, പേര് പറയത്തില്ല, ഞാൻ ഒരിക്കൽ എറണാകുളത്ത് ഈ കഥ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്ന് എൻ്റെ വന്ന് പറഞ്ഞു, ആ പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ, എനിക്ക് മൈക്ക് തരാം. ഞാൻ മൈക്ക് കൊടുത്തു. പറഞ്ഞു, ഈ PG അങ്കിൾ പറഞ്ഞത് മുഴുവൻ സത്യമായ എൻ്റെ മോടെ കഥയാണ് ഈ പറഞ്ഞത്. ഞാൻ ആ കൊച്ചിൻ്റെ അമ്മയാണ്. ആ സ്ത്രീ പറഞ്ഞ കഥ ഇതാണ്. എങ്കിലും ഞാൻ ആ കഥ പറയട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഒരു പെൺകൊച്ച് MCAക്ക് പഠിക്കുകയാണ്. എവിടെയാണ്? ട്രിച്ചിയിൽ പഠിക്കുകയാണ്. കോയമ്പത്തൂരിനടുക്ക ട്രിച്ചിയിൽ പഠിക്കുക. ട്രിച്ചിയിലല്ല, സോറി, തെറ്റിപ്പോയി. കോയമ്പത്തൂരിനടുത്തൊരു പട്ടണത്തിൽ അവൾ പഠിക്കുകയാണ്. എൻ്റെ ഒരു മീറ്റിങ്ങിന് വന്നു. എൻ്റെ ഒന്ന് പറഞ്ഞു, പേഴ്സണൽ നമ്പർ തരണം. ഞാനങ്ങനെ ആർക്കും കൊടുക്കാറില്ല. പക്ഷേ അന്ന് ആ കൊച്ചിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, കൊടുത്തേക്കാമെന്ന് ചോദിച്ചു. കൊടുത്തു. എൻ്റെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കരുത്, അത്യാവശ്യത്തിനെ വിളിക്കാവും. വെൻ യു ആർ റിയലി ഇൻ എ ഫിക്സ് ദെൻ ഓൺലി യു ഷുഡ് കാൾ മീ. സമ്മതിച്ചു. ഒരു ദിവസം എനിക്ക് ഫോൺ വന്നു, അങ്ങളെ ഞാൻ MCA പാസ്സായി, അതിൻ്റെ ഫൈനൽ ഇയറാണ്, ക്യാമ്പസ് സെലക്ഷൻ നടക്കുകയാണ്, ടാറ്റ കമ്പനിക്കാർ വന്നിരിക്കുകയാണ് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്. അകത്തോട്ട് കയറിപ്പോകുന്ന ഓരോരുത്തരും നിരാശരായിട്ട് വരുന്നു. അങ്കളെ ഇച്ചിരി കഴിയുമ്പോൾ എൻ്റെ നമ്പരാവുമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ഈ ധൈര്യത്തോടെ പോയാട്ടെ, ഈ വിശ്വാസത്തോടെ പോയാട്ടെ, നിന്നെ സെലക്ട് ആവും. അവിടെ ചെന്നു. 4-5 പേര് ഇരിപ്പുണ്ട്. ആ കൊച്ചിൻ്റെ ഒക്കെ ചോദിച്ചു. ചോദ്യം 1, 2, 3, 4, 5 പറഞ്ഞു. ഇനി അവസാനത്തെ ചോദ്യം. ഇതുവരെ വന്നവരാരും ഇതിന് മറുപടി പറഞ്ഞില്ല. നീ ഇതിന് മറുപടി പറയാമെങ്കിൽ യു ആർ സെലക്റ്റഡ്. ചോദ്യം ഒക്കെ അറിഞ്ഞുകൂടാ. അവൾ പറഞ്ഞു, ഓ ലോർഡ് മൈ ജീസസ്. അവർ പറഞ്ഞു, എന്തോ അത് കേൾക്കണോ? ആ സഹോദരി മീറ്റിങ്ങിന് പറഞ്ഞു, ഈ PG വർഷം പറഞ്ഞു, ശരിയാ, എൻ്റെ മോടെ കാര്യം, ഞാൻ അവളുടെ അമ്മയാണ്. ഹല്ലേലൂയ. അവർ, യു ആർ കറക്റ്റ്, യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ഹാവ് റിപ്ലൈഡ് ദ കറക്റ്റ് ആൻസർ ആൻഡ് യു ആർ സെലക്റ്റഡ്. ഇന്ന് അവൾ ആ കമ്പനി ജോലി ചെയ്യുകയാണ്. എങ്ങനെ സംഭവിച്ചു? അവൾ പറഞ്ഞായിരുന്നു എൻ്റെ ആൻസർ? അല്ല, അവർ കേട്ടത് അങ്ങനെയായിരുന്നു. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ എന്താണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33:14 യേശുക്രിസ്തു പറഞ്ഞാൽ, ഞാനാകുന്നു ഞാനാ. നിൻ്റെ ആവശ്യം എന്താണോ ഞാൻ അതായിരിക്കും. ആയിരുന്നവനല്ല,
ആയി തീരാവുന്നവനുമല്ല, ഞാൻ ആകുന്നവൻ. ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. 11ാമത്തെ കാര്യം, ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞതാണ്, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. യാക്കോബ് 1:17-18. സഹോദരന്മാരെ സഹോദരിമാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എല്ലാ ദാനവും, എല്ലാം ഗിഫ്റ്റാണ്. തികഞ്ഞ വരമൊക്കെയും ദൈവത്തിൽ നിന്ന് വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കടലാസിനകത്ത് വരച്ച് കാണിച്ചതാണ്, അല്ലേ? ഹല്ലേലൂയ. അവൻ എന്നും 12 മണിക്കാണ്. അവനാണ് സത്യം, 12 മണി. അവനാണ് ജീവൻ, 12 മണി. അവനാണ് വഴി, 12 മണി. അവനാണ് മരണത്തിൽ നിന്ന് വിടുതൽ. ഹല്ലേലൂയ. അവൻ ആദിയും അന്തവുമില്ല. അവൻ നിൻ്റെ കൂടെയുണ്ട്. 12ാമത്തെ കാര്യം, അവൻ രക്ഷ തരും, അവൻ മോക്ഷം തരും. ദൈവദൂതൻ യേശുവിൻ്റെ അമ്മയുടെ ഭർത്താവായ ജോസഫിനോട് പറഞ്ഞു, യേശുവിൻ്റെ അപ്പനല്ല, യേശുവിൻ്റെ അമ്മയുടെ ഭർത്താവ്. മത്തായി സുവിശേഷം 1-ാം 21 നിൻ്റെ ഭാര്യയായ മറിയ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണമെന്ന് പറഞ്ഞു. എന്താണ് യേശു? അവൻ തൻ്റെ ജനത്തെ രക്ഷിക്കുന്നു. അവൻ മോക്ഷം തരുന്നവനാണ്. ലോകത്തിൽ പാപികളെ തെരഞ്ഞ് രക്ഷിപ്പാൻ വന്ന ഏക അവതാരം. വേറെ ഒരു അവതാരത്തെ പറ്റി പറയാമോ പാപികളെ രക്ഷിക്കാൻ വന്ന? ചേട്ടൻ പറഞ്ഞങ്ങനല്ല. ദൈവം ഈശ്വരൻ എന്തിനാ അവതാരം എടുത്തതെന്നറിയാമോ? ലോകത്തിൽ പാപം നിറഞ്ഞപ്പോൾ പാപികളെ നശിപ്പിച്ച് വിശുദ്ധന്മാരെ രക്ഷിക്കാനായിട്ട് വന്നു. ആരാ വിശുദ്ധൻ? जब जब दुनिया में पाप भरा है, पापियों को मार के अधर्मियों को मार के धार्मियों को बचाने के लिए आया है. ആരാണ് അധർമ്മിയല്ലാത്തത്? ആരാണ് പാപിയല്ലാത്ത മനുഷ്യൻ? ഞാൻ പാപിയാണ്. ലോകത്തിൽ മനുഷ്യരായിട്ട് ജയിച്ചിട്ടുള്ള സകലരും പാപികളാണ്. എന്നാൽ പാപികളെ രക്ഷിക്കാൻ വന്ന ഏക അവതാരം യേശു ക്രിസ്തു മാത്രം. നിങ്ങൾ പിണങ്ങിയാലും സത്യം അതാണ്. ഗുർമീത് സിംഗ് എന്ന് പറഞ്ഞൊരു സർദാർജി എൻ്റെ അടുക്കൽ വന്നു. എൻ്റെയൊക്കെ പറഞ്ഞു, ഞാനൊരു ഉഗ്രവാദിയാണ്, പഞ്ചാബിലെ പഴയ കാലത്തെ ഉഗ്രവാദി. ഞാൻ 3 പേരെ തോക്കുകൊണ്ടാണ്. ഈ തോക്കുകൊണ്ട് ഞാൻ 3 പേരെ വെടിവെച്ച് കൊന്നു. എന്നാൽ എൻ്റെ ഉപ്പാപ്പനാണ് ഇവിടുത്തെ പോലീസ് ഐ ജി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ജയിലിലൊക്കെ പോയെങ്കിലും ഉടനെ തിരികെ വന്നു. എന്നാൽ കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പ് 2ാം ക്ലാസ് അതോ 2 മാസം അങ്ങോട്ട് സ്കൂളിൽ പഠിച്ച ഒരു മനുഷ്യൻ യേശുവിനെ പറ്റി എന്നോട് പറഞ്ഞു. ഞാൻ യേശുവിൻ്റെ രക്ഷിതമായി ചിരിച്ചു. ഞാൻ ഉഗ്രവാദിയാണ്. എൻ്റെ ജോലി ഇന്ത്യയിൽ നിന്ന് പോത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പാകിസ്ഥാനിൽ കൊണ്ടുവയ്ക്കും. അവിടുന്ന് ഞാൻ കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. ഇതാണ് എൻ്റെ ജോലി. സ്മഗ്ലറാണ്. പക്ഷേ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. യേശു എന്നെ രക്ഷിച്ചു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, എൻ്റെ യേശു ആരാണെന്നറിയാമോ? അവൻ മോക്ഷം തരുന്നവനാണ്, രക്ഷിക്കുന്നവൻ, ഭാവിയെ രക്ഷിക്കുന്നവനായ. ജോബ് സുഭാഷിൻ്റെ കഥ ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് ഡോക്ടറല്ല, എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് അധ്യാപകനല്ല. ഞാൻ ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഏതൊരു സ്കൂളിൽ പഠിക്കുകയാണ്. ഏത് ക്ലാസ്സിലായിരിക്കും? 5-ലായിരിക്കാം. അന്നത്തെ ക്ലാസ്സൊക്കെ ഇതങ്ങോട്ട് നോക്കിയാണ്. ഇങ്ങനെയാണ് ക്ലാസ്. 4 വശത്തും ഇരിക്കും. നടുക്ക് 2 ബെഞ്ചുണ്ട്. അതിനകത്ത് ഒരു വശത്ത് പെൺപിള്ളേർ, ഒരു വശത്ത് ആൺപിള്ളേർ. നടുക്കുള്ള ബെഞ്ചിലും ആൺപിള്ളേരാണ്. ആ പെൺപിള്ളേരോട് ചേർന്ന് ഏറ്റവും ഫ്രണ്ടിൽ ആ പെൺപിള്ളേരുടെ ഡെസ്കിനോട് ചേർന്ന് വരുന്നത് തന്നെ ഇരിക്കുക. കാരണം ആ ക്ലാസ്സിലെ ഏറ്റവും കൊച്ചിയർക്ക് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ അവിടെ പിടിച്ചിരിക്കുക. ഞാൻ 7ാം ക്ലാസ് വരെ അവിടെ അങ്ങനെ ആയിരുന്നു, 8ാം ക്ലാസ് വരെ അവിടെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ എന്നെ അവിടെ പിടിച്ചിരിക്കുന്നത് 5-ലോ 6-ലോ അങ്ങനെ പഠിക്കുന്ന സമയത്താണ്. കുട്ടൻ സാറെന്ന് പറഞ്ഞൊരു സാറാണ്. ഇത് പേരുള്ളവർക്ക് പോലും അതൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ഈ പറയുന്ന കഥ 75 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. കുട്ടൻ സാറ് മലയാളം അസാധാരണ. അങ്ങനത്തെ മലയാളം പറയുന്ന പോലെ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാമെന്ന്. നിങ്ങൾ അവിടെ നിൽക്കരുത്. അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞ ഉച്ചാരണം, നിങ്ങൾ അവിടെ നിൽക്കരുത്, വിദ്യാർത്ഥികളോട് പറഞ്ഞതാണ്. ആ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം വളരെ ഉയരം കുറഞ്ഞ മനുഷ്യനാണ്, 4.5 അടി 5 അടി കുറവാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മുമ്പിൽ ഇരിക്കുന്നവരാരും എൻ്റെ അത്രയും നീളം വെക്കത്തില്ല. ഞാനൊന്ന് തീരുമാനിച്ചു, ദൈവനെ സഹായിക്കും. എൻ്റെ പപ്പായ്ക്ക് നീളം കുറവാണ്, എൻ്റെ അമ്മച്ചിക്ക് അതിനേക്കാളും നീളം കുറവാണ്. പക്ഷേ ഞാനൊന്ന് നിശ്ചയിച്ചു, ദൈവത്തോട് പറഞ്ഞു, എനിക്കറിയാവുന്ന ഭാഷയിൽ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് നീളം തരണം. ഈ അധ്യാപകൻ പറഞ്ഞതുപോലെ ഞാനൊരു കുള്ളനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എനിക്ക് നീളം തന്നു. ഹല്ലേലൂയ. നിൻ്റെ ഡോക്ടറല്ല നിന്നെപ്പറ്റി ഭാവി എഴുതേണ്ടത്, നിൻ്റെ അധ്യാപകനല്ല, നിൻ്റെ കണിയാരല്ല, നിൻ്റെ ജഡ്ജിയുമല്ല. ജഡ്ജി പറഞ്ഞെന്ന് വരാം, നിനക്കൊരു കാലത്തും ഗുണം പിടിത്തന്ന്. ദൈവമാണ് നിൻ്റെ ഭാവി പറയുന്നത്.
ദൈവത്തിൻ്റെ വചനമാണ് നിൻ്റെ ഭാവി പറയുന്നത്. അതുകൊണ്ട് നീ അതിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ വചനം എന്ത് പറയുന്നു നീ അത് വിശ്വസിക്കണം. നിന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കണം, അത് കണ്ടുപിടിക്കണം, അത് പറയണം, അത് വിശ്വസിക്കണം, അത് പറയണം, അത് വിശ്വസിക്കണം, അത് പറയണം. ഹല്ലേലൂയ. ലോകം അത്ഭുതപ്പെടട്ടെ. ഹല്ലേലൂയ. ലോകം അത്ഭുതപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം അത്ഭുതപ്പെടട്ടെ. ഒരു ഉദാഹരണം ഞാൻ ആലോചിക്കുകയാണ്. എൻ്റെ അനുഭവം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇയാളെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാം. അല്ലേ? എൻ്റെ രണ്ടാമത്തെ മകൻ ബ്ലെസ്സൻ, അവൻ ജോലിയുണ്ട്, സിംഗപ്പൂർ എയർലൈൻസിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ വിചാരം അന്ന് അവൻ്റെ ശമ്പളം വേണ്ട 75,000 രൂപയാണ്. ഒരു ദിവസം ഞാൻ പ്രസംഗിച്ചും വെച്ച് വന്നു കഴിഞ്ഞും വെച്ച് ലില്ലി എൻ്റെ ഒക്കെ ചോദിച്ചു, എനിക്കൊരു കാപ്പി തന്നു. എൻ്റെ കാപ്പി എൻ്റെ ബലഹീനതയാണ്, നെസ്കഫെ കോഫി എൻ്റെ ബലഹീനതയാണ്. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് തരാൻ കൊള്ളാവുന്ന ഒരു സാധനം അതാണ്. ഞാൻ കാപ്പി കുടിച്ചുകൊണ്ട് ലില്ലി ചോദിച്ചു, ഇനി അടുത്ത യാത്ര എപ്പോഴാണ്? പറഞ്ഞു വെച്ചാൽ മറ്റന്നാൾ പോകണം. അവന് ദേഷ്യം വന്നു, അവൻ അപ്പുറത്തിരിക്കുകയാണ്. അവൻ്റെ ഒരു കടലാസമുണ്ട്. അവൻ്റെ വെച്ച് ഡാഡിക്ക് എന്തോ കിറുക്കുണ്ടോ, ഇങ്ങോട്ട് വന്ന് കയറിയതുള്ളൂ 2-3 ആഴ്ചയ്ക്ക്, ഇവിടെ 2 ദിവസം താമസിക്കരുത്, മമ്മി നല്ല ആഹാരമല്ലേ ഉണ്ടാക്കുന്നത്, ആഹാരമൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇവിടെ ഒന്ന് താമസിക്കുക, എന്തിനാ പിന്നെയും പോകുന്നത്? ഞാൻ ചോദിച്ചു, ഞാൻ പോകാതെ ആര് പോകും? അവൻ്റെ ഇരുന്ന് കടലാസെടുത്ത് അവന് ഒരൊറ്റ ഏറ് കൊടുത്തു. എന്നിട്ട് എൻ്റെ പറഞ്ഞു, ഡാഡി എൻ്റെ കമ്പനി സിംഗപ്പൂർ എയർലൈൻസിൻ്റെ അടുത്താണ്, 6 മാസം കൂടെ എനിക്ക് കഴിയുമ്പോൾ എനിക്കൊരു പ്രൊമോഷൻ 25,000 രൂപയുടെ കിട്ടും, ഞാൻ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഡാഡി ഇവിടെ ഇരിക്കും, ഞാൻ പോയി പ്രസംഗിക്കാം. അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അവനൊരു ദിവസം ഞാൻ വീട്ടിലൊടിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഒരു ടേപ്പ് കാണുകയാണ്, വീഡിയോ ടേപ്പ്, അന്നത്തെ ടെലിവിഷനകത്ത് കാണുകയാണ്. അതിനകത്ത് ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലുള്ള കൊടികളൊക്കെ പ്രസംഗം കഴിഞ്ഞു. ലോകത്തിലുള്ള കൊടികളെല്ലാം കൂടി ഇങ്ങനെ കറങ്ങി വരികയാണ്. ജോൺ ഓസ്റ്റിൻ പ്രസംഗിക്കുകയാണ്. ആ കൊടികളെല്ലാം കൂടെ പറന്ന് ഓരോ രാജ്യത്തിനും ഇങ്ങനെ പറന്ന് കറങ്ങി വരികയാണ്. അവനങ്ങ് ചാടി എഴുന്നേറ്റു. അവൻ പറഞ്ഞത്, വേൾഡ് ഓപ്പൺ അപ്പ്, ഐ ആം കമ്മിങ്. ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ലാത്ത ഒരു ചെറുക്കൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ബൈബിളുമായിട്ട് അവിടെ ഇവിടെയും മാത്രം നടന്ന് പ്രസംഗിക്കുന്ന ഒരു ചെറുക്കൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്. അവൻ പറഞ്ഞു, വേൾഡ് ഓപ്പൺ അപ്പ്, ലോകമേ വാതിൽ തുറക്കുക, ഞാൻ വരികയാണ്. ഞാൻ ഇന്നലെ അവനൊരു മെസ്സേജ് അയച്ച് ചോദിച്ചു, നീ എത്ര വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്? പറഞ്ഞ 68. 2 മാസം കൂടെ കഴിയുമ്പോൾ അത് 70 ആവും. എങ്ങനെ? അവൻ വിശ്വസിച്ചു, അവൻ പറഞ്ഞു. ഈ ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നീ ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ വാക്യം കണ്ടുപിടിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. പൗലോസ് പോയി എല്ലായിടത്തും പോയെങ്കിൽ എനിക്കും പോകുവാനൊക്കും. കണ്ടുപിടിക്കുക, ഈ പറയുന്നത് കണ്ടുപിടിക്കുക, എന്നിട്ട് പറയുക, എന്നിട്ട് വിശ്വസിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് പറയുക, എന്നിട്ട് വിശ്വസിക്കുക. ലോകം അത്ഭുതപ്പെടട്ടെ, ലോകം അത്ഭുതപ്പെടട്ടെ. എൻ്റെ മോൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നറിയാം? വെറും ഒരു ഡിഗ്രിയേ ഉള്ളവന്. പഞ്ചാബിലെ ഒരു കോളേജിൽ നിന്ന് ഒരൊറ്റ ഡിഗ്രി, പിന്നെ ബൈബിൾ കോളേജിൽ പോയിട്ട് സ്വീഡനിൽ പോയി പഠിച്ച ഒരു ഡിഗ്രി. ഞാൻ 52 രാജ്യത്തെ പോയിട്ടുള്ളൂ, അവൻ 68 രാജ്യത്ത് പോയി. 2-3 മാസം കൂടെ കഴിയുന്ന സമയത്ത് അവൻ 70 രാജ്യത്തിലാവും. നിങ്ങൾ ഒരു അത്ഭുതമായിട്ട് മാറണം. നിങ്ങളുടെ ബിസിനസ് ഒരു അത്ഭുതമായിട്ട് മാറണം. നിങ്ങളുടെ കുടുംബജീവിതം ഒരു അത്ഭുതമായിട്ട് മാറണം. നിൻ്റെ കഴിവുകൾ ഒരു അത്ഭുതം. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യോസഫിനെ പറ്റി കാണുകയാണ്. ഏത് യോസഫ്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മകൻ യോസഫ്. ഹല്ലേലൂയ. അവിടെ ഞാൻ കാണുകയാണ് അവൻ്റെ 42-ാം അധ്യായം, അതിൻ്റെ 9-ാമത്തെ വാക്യം, 42-ാം അധ്യായം. യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യോസഫ് പ്രൈം മിനിസ്റ്ററാണ്. മിസ്രൈമിൻ്റെ ഏറ്റവും വലിയ രാജ്യം, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അമേരിക്ക എന്നൊക്കെ പറയാം. അതുപോലൊരു രാജ്യത്തിൻ്റെ സൂപ്പർ പവറുണ്ട്. അന്ന് ഒരു സൂപ്പർ പവറേ ഉള്ളൂ. അതിൻ്റെ പ്രധാനമന്ത്രിയാണ്. അവൻ സിംഹാസനത്തിരിക്കുക. സഹോദരന്മാർ വന്നു. അവർക്ക് ആർക്കും മനസ്സിലാവത്തില്ല അവൻ ആരാന്ന്. കാരണം അവർക്കൊരു വെപ്പ് മുടിയൊക്കെ ഉണ്ട്. ആ വെപ്പ് മുടിയും എല്ലാം ഇരിക്കുകയാണ്. അവരുടെ ഭാഷയിലല്ല സംസാരിക്കുന്നത്. അവൻ ഈജിപ്ഷ്യൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്. മറ്റവർക്ക് സംസാരിക്കുന്നത് പോലും അവൻ ആരാന്ന് പറഞ്ഞില്ല. അവരുടെ മുമ്പാകെ വീണ് അവരെല്ലാവരും വീണ് നമസ്കരിച്ചു. അവൻ എങ്ങനെയാണ് സിംഹാസനത്തിലെത്തിയത്? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ വായിക്കാം കേട്ടോ, നിങ്ങൾ വായിക്കണം. 42-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അവൻ ആരായിരുന്നു? ഒരു ആടിനെ തീറ്റുന്ന ഒരു മനുഷ്യൻ്റെ മകനായിരുന്നു. അവൻ ഈ സ്ഥാനത്ത് എങ്ങനെ എത്തി? അവൻ്റെ സഹോദരന്മാരവനെ പിടിച്ചിട്ട് പൊട്ടക്കണക്കിലിട്ടതാണ്. ഹല്ലേലൂയ. വീണപ്പോൾ പൊട്ടക്കണക്കെന്ന് പറഞ്ഞാൽ ഒരു 10, 40, 50, 60, 70 ഒക്കെ അടി താഴ്ചയുള്ള കിണറ്റിനകത്ത് ഇട്ടു.
അവിടെ മരുഭൂമിയാണ്, വെള്ളം കിട്ടത്തില്ല. അവിടെ വീണ് കഴിഞ്ഞപ്പോൾ കൈയൊക്കെ ഇടിഞ്ഞ് കാണാം, കാലുമൊക്കെ ഇടിഞ്ഞ് കാണാം, നടുവൊക്കെ ഇടിഞ്ഞ് കാണാം, എല്ലാം കൊണ്ട് കാണാം. അവസാനം അവനെ കയറ് കെട്ടിയെടുത്തു. കയറ് കെട്ടിയെടുക്കാമെന്ന് പറഞ്ഞാൽ അറിയാമോ, എവിടെയെങ്കിലുമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും ഉരഞ്ഞിട്ടുണ്ട്. കയറ് കൊണ്ട് ഉരഞ്ഞിട്ടുള്ളവരൊക്കെ ചോദിച്ചെങ്കിലേ അതറിയത്തുള്ളൂ. ഇന്നുള്ളവർ കയറ് കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നോക്കുന്നത്? ഇന്നുള്ളത് പ്ലാസ്റ്റിക് കയറാണ്. അറിയില്ല, അന്നത്തെ കയറുണ്ട് എൻ്റെ ദേഹത്ത് കൊണ്ടുള്ളത് എനിക്കറിയാം. അതിന് മരുന്നിട്ടാൽ പോലും കരിയത്തില്ല. അങ്ങനെ എടുത്തു വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവനെ അടിമയായിട്ട് വിറ്റു. അവൻ്റെ ഉടുപ്പൂരിയെടുത്തു നഗ്നനായിട്ട്, കൗവീന കൊടുത്തോണ്ട്, ലങ്കോട്ടി കൊടുത്തോണ്ട് അവനെ വിറ്റു. അവൻ പോയി അടിമയായിട്ട് ജോലി ചെയ്തു. 13 വർഷം അവൻ ജോലി ചെയ്തു, അടിമയായിട്ട് ജീവിച്ചു. അവസാനം അവൻ ഇരിക്കണമെന്ന് തോന്നിയപ്പോൾ അവൻ ഇരുന്നത് ഒരു സിംഹാസനത്തിലായിരുന്നു. നീ ദൈവത്തിൻ്റെ കൂടെ നടക്കാമെങ്കിൽ അന്ന് അവന് പാപം ചെയ്യാൻ ആഗ്രഹം തോന്നി, ഒരു സ്ത്രീയോട് വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹം തോന്നി. ആഗ്രഹം തോന്നിക്കാണും, തീർച്ചയായിട്ടും തോന്നിക്കാണും. ഹല്ലേലൂയ, സുവർണാവസരം. പക്ഷേ അവൻ ചെയ്തില്ല. നീ നിന്നെ തന്നെ വിശുദ്ധികൾ സൂക്ഷിക്കാം. എവിടെയെങ്കിലും അബദ്ധം പറ്റിയോ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തോട് ക്ഷമ ചോദിച്ചാട്ടെ, ഇനിയും ചെയ്യത്തില്ല. അബദ്ധത്തിൽ സംഭവിച്ചു പോയി കർത്താവേ, ആ സ്ത്രീയോടുകൂടെ, ആ പുരുഷനോടുകൂടെ, കർത്താവേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇനിയും സംഭവിക്കത്തില്ല. ഞാൻ രൂപ മോഷ്ടിച്ചു പോയി, ഇനിയും സംഭവിക്കത്തില്ല. ഞാൻ കള്ളം പറഞ്ഞു പോയി, ഇനിയും സംഭവിക്കത്തില്ല. ഞാൻ അടിച്ചു പോയി, ഇനിയും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണി വീണ്ടും ഉദ്ധരിക്കാൻ പോവുകയാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ ഒരു പഴഞ്ചൊല്ലാണ്, തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ്, തെറ്റിൽ നിന്ന് പഠിക്കാത്തതാണ് തെറ്റ്. ഞാനതിങ്ങനെ തിരിച്ചും പറയാറുണ്ട്, തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ്, തെറ്റ് ആവർത്തിക്കുന്നതാണ് തെറ്റ്. ഹല്ലേലൂയ. ജോസഫ് അവിടെ സിംഹാസനത്തിരിക്കുമ്പോൾ സഹോദരന്മാരെല്ലാവരും വന്ന് വണങ്ങി. എന്തുകൊണ്ടാണ് അവനിത് സംഭവിച്ചത്? അവൻ ഈ സിംഹാസനത്തിലെത്തിയത് 9-ാമത്തെ വാക്യം കേട്ടാട്ടെ. യോസഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്തു. പണ്ട് എന്ന് പറഞ്ഞാൽ 17 ഏകദേശം 30 വർഷത്തിന് മുമ്പ് അവൻ കണ്ടിരുന്ന സ്വപ്നം. നിങ്ങളെപ്പറ്റി ഒരു സ്വപ്നമുണ്ടോ? നിങ്ങളില്ലെങ്കിൽ ഒരു സ്വപ്നം കാണണം. നിങ്ങളെപ്പറ്റി എവിടുന്ന് കാണണം? വെറുതെ ഇരുന്നുണ്ട്, ഞാൻ ഒരു IAS കാരനാകും, എൻ്റെ കട വലിയ കടയാവും, എൻ്റെ സഭ വലിയ മെഗാ ചർച്ചായിത്തീരും, എൻ്റെ വീട് വലിയൊരു വീടായിത്തീരും, എനിക്കൊരു 5 ഏക്കർ തോട്ടം ഉണ്ടായിത്തീരും. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിന് തക്കവണ്ണം നീ അധ്വാനിക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. അവർ ചെയ്തതെല്ലാം അല്ല അവൻ ഓർത്തത്. അവരെന്തെല്ലാം ചെയ്തു? അവനെ പരിഹസിച്ചു. അത് കഴിഞ്ഞ് അവൻ വന്നപ്പോൾ അവൻ കൊണ്ടുവന്ന ആഹാരമെല്ലാം വാങ്ങിച്ചെന്ന് വെച്ചാൽ അവനെ പൊട്ടക്കണക്കിലിട്ടു. എന്നിട്ട് 20 രൂപയ്ക്ക് വിറ്റു. വെള്ളി രൂപ ആകട്ടോ. അവർ ചെയ്ത ദോഷത്തെ പറ്റിയില്ല. നിൻ്റെ നാത്തൂൻ ചെയ്ത ദോഷത്തെ പറ്റി ആലോചിക്കേണ്ടത്, നിൻ്റെ അമ്മായിമ്മ ചെയ്ത ദോഷത്തെ പറ്റി ആലോചിക്കേണ്ടത്, ആ പാസ്റ്റർ ചെയ്ത ദോഷത്തെ പറ്റി ആലോചിക്കേണ്ടത്, മറ്റുള്ളവർ ചെയ്ത ദോഷത്തെ പറ്റി ആലോചിക്കണം. പിന്നെ എന്ത് വേണം? ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന സ്വപ്നത്തെപ്പറ്റി ഈ അത്ഭുതങ്ങളുടെ താക്കോൽ എടുത്തു വെച്ചോണ്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥിച്ചു, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു ഇത് വായിക്കുന്നവർ സപ്പോർട്ട് നിർത്തുന്നു. അല്ല, അത് വായിച്ചു കഴിഞ്ഞപ്പോൾ സപ്പോർട്ട് ചറവറ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് 100 പുസ്തകങ്ങൾ, 10 പുസ്തകം എഴുതുന്നത് പ്രയാസമായിരുന്നു. അന്ന് വരെ 10 പുസ്തകം എഴുതിയിട്ടുള്ളവരാരുമില്ല. ഹല്ലേലൂയ, ആരുമില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാനെന്ന് പറഞ്ഞു 100 പുസ്തകം, 92 പുസ്തകമായി കേട്ടോ. 92 പുസ്തകമായി. ബാക്കി എഴുതാൻ വയ്യാഞ്ഞിട്ട് നിവൃത്തിയൊന്നുമില്ല. അച്ചടിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, വിൽക്കാൻ നിവൃത്തിയില്ലാതാണ്. ഈ കോവിഡ് വന്നതിന് ശേഷം ആരും പുസ്തകങ്ങൾ വായിക്കുന്നില്ല. എല്ലാവരും വാട്സപ്പിനകത്ത് ചെറിയ മെസ്സേജുകളാണ് ഇഷ്ടം. ഹല്ലേലൂയ. അതുകൊണ്ട് 100 പുസ്തകം. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്വപ്നം ഓർക്കുക, ദൈവം തന്ന സ്വപ്നം ഓർക്കുക. ഹല്ലേലൂയ. ഒന്ന് ദൈവം തന്നതായിരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ സ്വപ്നത്തിൽ ദൈവം ഒപ്പിട്ട് തരണം. 2 കാര്യം. ഒന്ന് ദൈവം തന്ന സ്വപ്നമായിരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ സ്വപ്നത്തെ ദൈവം, എൻ്റെ സ്വപ്നമാണ് 100 പുസ്തകം എഴുതണം. എൻ്റെ സ്വപ്നമാണ് ഞാൻ മരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ 10 ലക്ഷം ഇപ്പോൾ 3 ലക്ഷം കഷ്ടിച്ചേ കാണത്തുള്ളൂ. 10 ലക്ഷം വിശ്വാസികളുണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കൊരു വലിയ സ്വപ്നം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് യോസഫ് സഹോദരന്മാരെ കണ്ടിരുന്ന സ്ഥലത്ത് വെച്ച് ഓർത്തു, ദൈവം നിങ്ങളുടെ ചങ്ങലകളെ അഴിക്കട്ടെ, നിങ്ങളുടെ പുഷ്പേരിനെ മാറ്റട്ടെ, നിൻ്റെ കണ്ണുനീരിനെ മാറ്റട്ടെ. നിൻ്റെ സ്വപ്നം ഓർത്ത്, പകയോർത്തല്ല, ഈർഷ്യയോർത്തല്ല, വൈരാഗ്യത്തെ എല്ലാം മറന്നിട്ട് ദൈവം നിനക്ക് തന്ന സ്വപ്നത്തെ ഓർത്ത് നടക്കുക, ദൈവമായിട്ട് കൈ കോർത്ത് പിടിച്ച് നടക്കുക. ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ചവനായ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധത്തിൽ നടക്കുക. ഹല്ലേലൂയ. ജോസഫ് ഇരുന്നത് സിംഹാസനത്തിലായത് അങ്ങനെയാണ്. താൻ കണ്ട സ്വപ്നത്തെ എൻ്റെ സഹോദരന്മാരെല്ലാവരും എൻ്റെ മുമ്പാകെ മുട്ടുകുത്തും. ദൈവം കാണിച്ച സ്വപ്നം. ഹല്ലേലൂയ. ഇത് പകയോടല്ല, ദൈവം ഒരു സ്വപ്നം കൊടുത്തു. ദൈവം തരുന്ന സ്വപ്നം ഓർത്തോർത്ത് നടന്നാട്ട്. എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. സ്വപ്നമില്ലാത്തവർ ഒരു സ്വപ്നം കണ്ടാട്ട്. 2 സ്വപ്നത്തെ പറ്റി പറഞ്ഞു. ഒന്ന് ദൈവം തരുന്ന സ്വപ്നമായിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സ്വപ്നത്തിൽ ദൈവം ഒപ്പിട്ട് തരട്ടെ.
നിങ്ങളുടെ പുരയിടം വലുതാകാൻ, നിങ്ങളുടെ ചർച്ച് വലുതാകാൻ, നിൻ്റെ മക്കളുടെ ഡിഗ്രി വലുതാകാൻ, അവരുടെ വിസ ശരിയായി കിട്ടുവാൻ, കൂടുതൽ ആത്മാക്കളെ നേടുന്നവരായി തീരുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുന്നവരാകാൻ, ഒന്നുകിൽ ദൈവം നിങ്ങൾക്കൊരു സ്വപ്നം തരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ദൈവം ഒപ്പിട്ട് തരട്ടെ. സാങ്ഷൻഡ്. പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇല്ല, എൻ്റെ മുഖത്തോട്ട് നോക്കിയാട്ടെ. യഹൂദന്മാരിങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്. ദൈവം പറഞ്ഞത് യഹൂദൻ്റെ പുരോഹിതൻ, മഹാപുരോഹിതൻ, അവൻ്റെ മക്കളായ പുരോഹിതന്മാരും യഹൂദന്മാരെ ഇങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നു. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം എവിടെ? സംഖ്യാപുസ്തകം 6:22. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തു, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചത് ചൊല്ലേണ്ടത് എന്തെന്നാൽ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ്. ദൈവം പറഞ്ഞ പ്രാർത്ഥന, ഏക പ്രാർത്ഥന ഇത് മാത്രമാണ്. യേശുക്രിസ്തു പറഞ്ഞത് ഇതുപോലെ പ്രാർത്ഥിക്കണം, ഇത് തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ല. എന്നാൽ ദൈവം പറഞ്ഞ ഏക പ്രാർത്ഥന ഇതാണ്. ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആർക്കാണ് അനുഗ്രഹം വേണ്ടിയത്? തലയിൽ കൈവച്ചാട്ടെ, പ്രാപിച്ചാട്ടെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നിന്നെ യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ 3 വാക്യങ്ങളും നിനക്ക് ഭവിക്കട്ടെ. നിൻ്റെ ബിസിനസ്സിൽ ഭവിക്കട്ടെ, നിൻ്റെ ഭൂമിയിൽ, കൃഷിഭൂമിയിൽ ഭവിക്കട്ടെ, നിൻ്റെ ബിസിനസ്സിനകത്ത്, നിൻ്റെ വ്യാപാരത്തിനകത്ത് സംഭവിക്കട്ടെ, നിൻ്റെ ആരോഗ്യത്തിനകത്ത് സംഭവിക്കട്ടെ, നിൻ്റെ പേഴ്സിനകത്ത് സംഭവിക്കട്ടെ, നിൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിക്കട്ടെ, നിൻ്റെ മക്കളുടെ ഭാവിയിൽ സംഭവിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇത് വിശ്വസിക്കണം, ഒന്നുകൂടെ കേൾക്കണം, തലയിൽ കവിച്ച് ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കണം. ഗോഡ് ബ്ലെസ് യു. ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.